നമസ്കാരം. പ്രധാന വാർത്തകൾ. ഒറ്റപ്പാലം വാണി വിലാസിനിയിൽ സ്ഫോടക വസ്തു എറിഞ്ഞ 2 തൊഴിലാളികൾക്ക് പരിക്കേറ്റ സംഭവം. പ്രതിയായ യുവാവ് പോലീസ് കസ്റ്റഡിയിൽ. അയൽവാസിയായ നീരജാണ് പിടിയിലായത്. നീരജ് പിടിയിലായത് തമിഴ്നാട്ടിൽ നിന്നും. പട്ടാമ്പി ഉപജില്ലാ കലോത്സവത്തിലെ അട്ടിമറി. പ്രോഗ്രാം കമ്മിറ്റിക്കോ കോൺഗ്രസ് നേതാക്കൾക്കോ ഇക്കാര്യത്തിൽ പങ്കില്ലെന്ന് നേതാക്കൾ. ക്രമക്കേട് നടത്തിയതിലെ ഗൂഢാലോചന അന്വേഷിക്കണമെന്നും നേതാക്കൾ. പട്ടാമ്പി സർക്കാർ ആശുപത്രിയിലെ ഡയാലിസിസ് സെന്റർ പ്രവർത്തനം ആരംഭിക്കാത്തതിൽ പ്രതിഷേധം. മുസ്ലിം ലീഗിന്റെ നേതൃത്വത്തിൽ ആശുപത്രിയിലേക്ക് മാർച്ച് നടത്തി. ഡയാലിസിസ് സെന്റർ ഉടൻ പ്രവർത്തനം ആരംഭിക്കുമെന്ന് MLA. ഒറ്റപ്പാലം സർവീസ് സഹകരണ ബാങ്കിൽ മുക്കുമണ്ഡം പണയം വെക്കാൻ ശ്രമിച്ച കേസിൽ 2 പേർ അറസ്റ്റിൽ. വേങ്ങശ്ശേരി സ്വദേശികളായ പ്രദീപ് കുമാർ, കൃഷ്ണപ്രസാദ് എന്നിവരാണ് പിടിയിലായത്. ചെർപ്പശ്ശേരി പുത്തനാൽക്കൽ ക്ഷേത്രത്തിൽ മകരച്ചൊവ്വ വർണ്ണാഭമായി ആഘോഷിച്ചു. വൈകിട്ട് പകൽപൂരത്തോടെ നടന്ന എഴുന്നള്ളിപ്പ് ഭക്തി നിർഭരമായി. തേനീച്ചയുടെ ആക്രമണത്തിൽ നിന്നും രക്ഷപ്പെടാൻ കനാലിൽ ചാടിയ കർഷകൻ ഒഴുക്കിൽപ്പെട്ട് മരിച്ചു. പാലക്കാട് ചിറ്റൂർ സ്വദേശി സത്യരാജാണ് മരിച്ചത്. ചെർപ്പശ്ശേരി സ്വദേശി ഗൾഫിൽ വാഹനാപകടത്തിൽ മരിച്ചു. വിശദമായ വാർത്തകൾ നോക്കാം. ഒറ്റപ്പാലം വാണി വിലാസിനിയിൽ സ്ഫോടക വസ്തു എറിഞ്ഞ് 2 തൊഴിലാളികൾക്ക് പരിക്കേറ്റ കേസിൽ പ്രതിയായ യുവാവ് പിടിയിൽ. അയൽവാസിയായ നീരജാണ് പോലീസ് പിടിയിലായത്. ഒടുവിലായിരുന്ന നീരജിനെ തമിഴ്നാട്ടിൽ നിന്നാണ് കസ്റ്റഡിയിലെടുത്തത്. തൊഴിലാളികൾ കളിയാക്കി എന്ന് ധരിച്ചുകൊണ്ടുള്ള ദേഷ്യത്തിലാണ് സ്ഫോടക വസ്തു എറിഞ്ഞതെന്നാണ് നീരജ് പോലീസിനോട് പറഞ്ഞിട്ടുള്ളത്. ചുനങ്ങാട് മനയങ്കത്ത് വീട്ടിൽ 32-കാരനായ നീരജിനെയാണ് ഒറ്റപ്പാലം പോലീസ് കസ്റ്റഡിയിലെടുത്തത്. തിങ്കളാഴ്ച പുലർച്ചെ 2:30-നാണ് നീരജിന്റെ വീടിന് സമീപത്തുള്ള നിർമ്മാണം നടക്കുന്ന വീട്ടിൽ കിടന്നുറങ്ങുകയായിരുന്ന തൊഴിലാളികൾക്ക് നേരെയാണ് പെട്രോൾ ബോംബ് എറിഞ്ഞത്. കോഴിക്കോട് കൊയിലാണ്ടി സ്വദേശികളായ പ്രിയേഷ്, വിഷ്ണു എന്നിവർക്കാണ് പെട്രോൾ ബോംബെന്ന് സംശയിക്കുന്ന സ്ഫോടക വസ്തു പൊട്ടിത്തെറിച്ച് പരിക്കേറ്റത്. ഗുരുതരമായി പരിക്കേറ്റ ഇവർ തൃശൂർ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിലാണ്. സംഭവത്തിനു ശേഷം നീരജ് ഒളിവിലായിരുന്നു. ആക്രമണത്തിനുള്ള കാരണം അടക്കമുള്ള കാര്യങ്ങൾ അറിയുന്നതിനായി പോലീസ് പ്രതിയെ ചോദ്യം ചെയ്തു വരികയാണ്. പട്ടാമ്പി ഉപജില്ലാ കലോത്സവത്തിൽ ക്രമക്കേട് നടത്തിയവർക്കെതിരെ ശക്തമായ നടപടികൾ സ്വീകരിക്കണമെന്ന ആവശ്യവുമായി കോൺഗ്രസ് രംഗത്ത്. ഇതുമായി ബന്ധപ്പെട്ട ഇരട്ടത്താപ്പ് നയമാണ് CPM സ്വീകരിക്കുന്നതെന്നും നേതാക്കൾ പട്ടാമ്പിയിൽ വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. ക്രമക്കേട് നടത്തിയതിലെ ഗൂഢാലോചന അന്വേഷിക്കണമെന്നും ഇവർ ആവശ്യപ്പെട്ടു. പട്ടാമ്പി ഉപജില്ലാ സ്കൂൾ കലോത്സവത്തിലെ ഹയർ സെക്കൻഡറി വിഭാഗത്തിൽ രചനാ മത്സരങ്ങളിലാണ് വിധികർത്താക്കൾ നൽകിയ ഗ്രേഡ് തിരുത്തിക്കൊണ്ടുള്ള ക്രമക്കേട് നടത്തിയിരുന്നത്. കോൺഗ്രസ് നേതൃത്വം നൽകുന്ന KPSTക്കായിരുന്നു പ്രോഗ്രാം കമ്മിറ്റിയുടെ ചുമതല. എന്നാൽ പ്രോഗ്രാം കമ്മിറ്റിക്കോ കോൺഗ്രസ് നേതാക്കൾക്കോ ഇക്കാര്യത്തിൽ പങ്കില്ലെന്നും ക്രമക്കേട് നടത്തിയവർക്കെതിരെ ശക്തമായ നടപടി ഉണ്ടാകണമെന്നും കോൺഗ്രസ് നേതാക്കൾ പട്ടാമ്പിയിൽ വാർത്താസമ്മേളനത്തിൽ ആവശ്യപ്പെട്ടു. മികച്ച നിലയിലാണ് കലോത്സവം പ്രോഗ്രാം കമ്മിറ്റി നടത്തി വന്നിരുന്നത്. ഇക്കാര്യത്തിൽ കമ്മിറ്റിക്ക് യാതൊരു വീഴ്ചയും സംഭവിച്ചിട്ടില്ല. പുറത്തുനിന്നുമുണ്ടായ ഇടപെടലാണ് ഗ്രേഡ് തിരുത്തിയുള്ള ക്രമക്കേടിന് ഇടയാക്കിയതെന്നും ഇവർ ആരോപിച്ചു. ക്രമക്കേട് നടത്തിയതിനെ ഒരിക്കലും അംഗീകരിക്കാൻ കഴിയാത്തതും അതുപോലെ തന്നെ കുട്ടികളുടെയും വിദ്യാർത്ഥികളുടെയും അധ്യാപകരുടെയും ഒക്കെ ആ നല്ല മനസ്സിന് എതിരായിട്ടുള്ള വികാരം ആരുണ്ടാക്കിയാലും ശക്തമായ നടപടികൾ എടുക്കണം എന്നാണ് ഞങ്ങൾ അതിനാവശ്യപ്പെടുന്നത്. പ്രോഗ്രാം കമ്മിറ്റിയുടെ ചെയർമാൻ എന്നുള്ള രീതിയിൽ എനിക്കോ കോൺഗ്രസ് അനുഭാവ അധ്യാപക സംഘടനയ്ക്കോ അത്തരം വിഷയങ്ങളിൽ യാതൊരു പങ്കുമില്ല. അത്തരം പ്രവണതകളെ പ്രോത്സാഹിപ്പിക്കുന്ന ആളുകളല്ല ഞങ്ങളാരും. വർഷങ്ങളായി കലോത്സവ വേദികളിൽ ഇത്തരം കമ്മിറ്റികളും ഒക്കെ സജീവമായി പ്രവർത്തിക്കുന്ന ആളുകളാണ് അതിന് കൂടെ ഉണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ വിദ്യാർത്ഥികളുടെ ഭാവിയെ കരുതിയിട്ട് അവർക്ക് വേണ്ടുന്ന സഹായങ്ങൾ ചെയ്യുന്ന നടപടികളാണ് ഈ അധ്യാപക സംഘടനയും ഇന്ത്യൻ നാഷണൽ കോൺഗ്രസും ഒക്കെ പ്രവർത്തിക്കുന്നത്. ഇക്കാര്യത്തിൽ CPM നടത്തുന്ന സമരം ആഭാസമാണ്. ഇരട്ടത്താപ്പ് നയമാണ് CPM സ്വീകരിക്കുന്നത്. പ്രോഗ്രാം കമ്മിറ്റി ചെയർമാൻ ഉൾപ്പെടെയുള്ളവർ അഴിമതി നടത്തിയെന്നാണ് CPMന്റെ വാദം. ഇവർ നടത്തിയ ഗൂഢാലോചനയുടെ ഫലമാണ് ക്രമക്കേടിന് പിന്നിലെന്ന് സംശയിക്കുന്നതായും തനിക്ക് നേരെയുള്ള ആരോപണങ്ങൾ തെളിയിക്കാൻ CPMനെ വെല്ലുവിളിക്കുന്നതായും DCC അംഗം നീലടി സുധാകരൻ പറഞ്ഞു. പ്രോഗ്രാം കമ്മിറ്റി ചെയർമാൻ എന്നുള്ള രീതിയിൽ എന്റെ പേരിൽ ആരോപണം ഉന്നയിച്ച ആളുകൾ ഒന്ന് ഓർക്കണം. ആ സ്കൂളില് അതിന്റെ ഈ ചടങ്ങുമായി ബന്ധപ്പെട്ട്
മുഴുവൻ സമയ സ്വാഗത സംഘ ചെയർമാൻ എന്നുള്ളത് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീ ബേബി ഗിരിജയാണ്. ഇതിന്റെ എല്ലാ കമ്മിറ്റികളുടെയും ഉത്തരവാദിത്തമുള്ളത് സ്വാഗത സംഘ ചെയർമാനാണ്. ഞാൻ അതിന്റെ ഒരു സബ് കമ്മിറ്റിന്റെ ചെയർമാനാണ്. അപ്പൊ എനിക്ക് ഉത്തരവാദിത്തം ഉണ്ടെങ്കിൽ അതിലേറെ ഉത്തരവാദിത്തം ആ സ്വാഗത സംഘത്തിന്റെ ചെയർമാനാണ് എന്നുള്ളത് നമ്മൾ ഓർക്കണം. പിന്നെ ആ സ്കൂളിലെ PTA പ്രസിഡന്റ്, ഇതിന്റെ ഒക്കെ ആളിനാളായി നടക്കുന്നത് PTA പ്രസിഡന്റാണ്. PTA പ്രസിഡന്റ് എന്ന് പറയുന്നത് അവിടുത്തെ ലോക്കൽ കമ്മിറ്റി നേതാവാണ്. അതിലുള്ള ഈ സ്കൂളിനോട് എടപ്പുര ഹൈസ്കൂൾ വിഭാഗത്തിലെയും +2 വിഭാഗത്തിലെയും സജീവമായി പങ്കാളിത്തം വഹിക്കുന്ന ആളുകളൊക്കെ CPMന്റെ ആളുകളാണ്. അതിന്റെ ഇടയിൽ ഒരു സബ് കമ്മിറ്റിയുടെ ചെയർമാൻ എന്നുള്ള രീതിയിൽ എന്നെ മാത്രം കേന്ദ്രീകരിച്ചുകൊണ്ട് ഇത്ര ഒരു ആരോപണം ഉന്നയിക്കുമ്പോൾ അത് എന്തെങ്കിലും ഒരു ഗൂഢലക്ഷ്യം അവരുടെ മനസ്സിലുണ്ട്. അപ്പൊ ഈ ആരോപണം ഉണ്ടാക്കുമ്പോൾ തന്നെ ഇവരെ എല്ലാവരും കൂടി ചേർന്നിട്ടുള്ള സമ്മർദ്ദതന്ത്രത്തിന്റെ ഭാഗമായിട്ടാണ് ഈ ക്രമക്കേട് നടന്നിട്ടുള്ളത് എന്നാണ് എനിക്ക് പറയാനുള്ളത്. ആ ക്രമക്കേട് മൂടിവെക്കുന്നതിന് വേണ്ടി മാത്രമാണ് അവര് എന്റെ പേര് പ്രോഗ്രാം കമ്മിറ്റി ചെയർമാൻ എന്നുള്ള രീതിയിൽ എന്റെ പേരിൽ ഈ ആരോപണം ഉന്നയിച്ചിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഈ ആരോപണം തെളിയിക്കാൻ CPM ബാധ്യത. കുറ്റക്കാർക്കെതിരെ മുഖം നോക്കാതെ നടപടിയെടുക്കണം. കലോത്സവ വിധി നിർണയത്തിൽ യാതൊരുവിധ പരാതികളും ഉണ്ടായിട്ടില്ല. പിന്നീട് ചിലർ നടത്തിയ തിരുത്തലുകളിലാണ് സംഭവിച്ചത്. ഇത് ഗൂഢാലോചനയുടെ ഭാഗമാണോ എന്നത് സംശയിക്കുന്നതായും നേതാക്കൾ സൂചിപ്പിച്ചു. പൊതുമധ്യത്തിൽ ആരോപണങ്ങളൊക്കെ നിലനിൽക്കുന്നുണ്ട്. അപ്പൊ അതിന്റെ ശ്രദ്ധ തിരിക്കാൻ വേണ്ടി ഈ സ്കൂളിനെതിരെ തിരിയുക. ഇപ്പൊ ഇതിനു മുമ്പ് ഇതുപോലെ രാഷ്ട്രീയ ആരോപണങ്ങൾ ഉന്നയിച്ച് UDFന്റെ ഒരു പൊതുയോഗം നടന്നതിന് മറുപടിയായിട്ട് അവർ പൊതുയോഗം വെച്ചപ്പോൾ തിരിച്ച് നമ്മളെ ഉന്നയിച്ച ആരോപണങ്ങൾക്കല്ല മറുപടി, പകരം ഈ സ്കൂളിനെതിരെ ആ സ്കൂളിൽ നിന്ന് നടന്ന കാര്യങ്ങൾ എന്നുവെച്ചാൽ ഇതിലൂടെ CPM മനസ്സ് വെക്കുന്നത് CPM ഇതിൽ വ്യക്തമായ ഡബിൾ റോൾ കളിക്കുക. പുറത്ത് ഈ സ്കൂളിനെ തകർക്കാനും അകത്ത് സ്കൂളിന്റെ ആളുകളായിട്ട് നിന്നുകൊണ്ട് ഒരു ഡബിൾ റോൾ കളിക്കുന്ന ഒരു സംഭവം CPM പൊതുവെ നിലനിൽക്കുന്നു. വാർത്താ സമ്മേളനത്തിൽ മറ്റ് നേതാക്കളായ VM മുസ്തഫ, PM രാജേഷ്, സുരേഷ് ബാബു തുടങ്ങിയവരും പങ്കെടുത്തു. പാവപ്പെട്ട രോഗികളുടെ കാര്യത്തിലെങ്കിലും ഇടതുപക്ഷം രാഷ്ട്രീയം കളിക്കരുതെന്ന് മുസ്ലിം ലീഗ് ജില്ലാ പ്രസിഡന്റ് മരക്കാർ മാരായമംഗലം. പട്ടാമ്പി സർക്കാർ ആശുപത്രിയിൽ ഡയാലിസിസ് സെന്റർ പ്രവർത്തനം ആരംഭിക്കണമെന്നാവശ്യപ്പെട്ട് മുസ്ലിം ലീഗ് പട്ടാമ്പി നിയോജക മണ്ഡലം കമ്മിറ്റി ആശുപത്രിയിലേക്ക് നടത്തിയ പ്രതിഷേധ മാർച്ച് ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. പട്ടാമ്പി സർക്കാർ ആശുപത്രിയിൽ ഡയാലിസിസ് സെന്ററിന്റെ പ്രവർത്തനം ആരംഭിക്കാൻ വൈകുന്നതിൽ പ്രതിഷേധിച്ചാണ് മുസ്ലിം ലീഗ് നിയോജക മണ്ഡലം കമ്മിറ്റി പ്രതിഷേധ മാർച്ച് നടത്തിയത്. ചെറുപ്പുളശ്ശേരി റോഡ് ജംഗ്ഷനിൽ നിന്നും ആരംഭിച്ച മാർച്ചിൽ 100 കണക്കിന് പ്രവർത്തകർ പങ്കെടുത്തു. മാർച്ച് ആശുപത്രിക്ക് മുമ്പിൽ പോലീസ് തടഞ്ഞു. ഇത് പ്രവർത്തകരും പോലീസും തമ്മിൽ ഒന്നും തള്ളിനും ഇടയാക്കി. ഡയാലിസിസ് രോഗികൾ വളരെ അസൗകര്യങ്ങൾ നേരിടുകയാണെന്നും ഇത് കണ്ടില്ലെന്ന് നടിക്കാനാവില്ലെന്നും സമരം ഉദ്ഘാടനം ചെയ്ത മരക്കാർ മാരായമംഗലം പറഞ്ഞു. സർക്കാർ ആകെ നടത്തുന്ന ഡയാലിസിസ് സെന്ററുകളും ഞങ്ങളുടെ പാർട്ടി നടത്തുന്ന ഡയാലിസിസ് സെന്ററുകളും എടുത്ത് പരിശോധിച്ചാൽ ഞങ്ങൾ മുന്നിലാണ്. അത് രാഷ്ട്രീയമായി ഞങ്ങൾ പറയുന്ന ഒരു കാര്യമല്ല. പിന്നെ ഞങ്ങളിപ്പോൾ ഈ സമരം നടത്തുമ്പോൾ ഞങ്ങൾ ഈ സമരം കൊണ്ട് അലാവുദ്ദീൻ്റെ അത്ഭുത വിളക്ക് കണക്കെ നാളെ ഈ സർക്കാർ ഇതൊക്കെ പരിഹരിക്കുമെന്നൊന്നും ഞങ്ങൾ പ്രതീക്ഷിക്കുന്നില്ല. കാരണം മാർക്സിസ്റ്റ് പാർട്ടിയുടെ ഉത്തരവാദിത്തപ്പെട്ട നേതാക്കന്മാർ തന്നെ പറഞ്ഞു ഇത് പൂതലിരിച്ച പ്രസ്ഥാനമാണ്, ഭരണം നിയന്ത്രിക്കുന്ന പ്രസ്ഥാനം പൂതലരിച്ച പ്രസ്ഥാനമാണ് എന്ന് പറഞ്ഞത് പാർട്ടിയുടെ പോളിറ്റ് ബ്യൂറോ മെമ്പറാണ്. പൂതലരിച്ചാൽ പിന്നെ ആ മരം എന്തിനാ പറ്റുക എന്നുള്ളത് എല്ലാവർക്കും അറിയാം. അത് കത്തിക്കാൻ പോലും ഉപകരിക്കാത്ത ഒരു സാധനമായി മാറുന്ന അവസ്ഥ. പിന്നെ മാർക്സിസ്റ്റ് പാർട്ടിക്ക് പ്രശ്നങ്ങൾ പരിഹരിച്ച പാരമ്പര്യം അവരിലില്ല. പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ ആ പ്രശ്നങ്ങൾ ഉയർത്തിപ്പിടിച്ച് രാഷ്ട്രീയവൽക്കരിച്ച് പോകലാണ് മാർക്സിസ്റ്റ് പാർട്ടിയുടെ ഇക്കാലത്തെയും സമീപനം. ഞങ്ങളുടെ സമീപനം പ്രശ്നങ്ങൾ പരിഹരിച്ചുകൊണ്ട് മുന്നോട്ട് നീങ്ങുക. പിന്നെ ഇവിടെ സമരം പ്രഖ്യാപിച്ചു, ഇവിടെ മാർച്ച് വരുന്നുണ്ട് എന്ന് കണ്ടപ്പോൾ പ്രിയപ്പെട്ട MLA-ക്കുണ്ടായ ഉത്തേജനം അത് കുറച്ചു മുമ്പുണ്ടായിരുന്നുവെങ്കിൽ ഈ സമരമൊന്നും ആവശ്യമുണ്ടായിരുന്നില്ല. നിയോജക മണ്ഡലം പ്രസിഡന്റ് E. മുസ്തഫ മാസ്റ്റർ അധ്യക്ഷത വഹിച്ചു. മുസ്ലിം ലീഗ് സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം
MA സമദ് മുഖ്യപ്രഭാഷണം നടത്തി. മുസ്ലിം ലീഗ് സംസ്ഥാന വൈസ് പ്രസിഡന്റ് CMA കരീം മാർച്ചിനെ അഭിവാദ്യം ചെയ്തു. ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് മുഹമ്മദ് അലി മാറ്റാന്തടം ആമുഖ പ്രഭാഷണം നടത്തി. സംസ്ഥാന ജില്ലാ നേതാക്കളായ KP വാപ്പുട്ടി, അബ്ദുൾ റഷീദ് തങ്ങൾ, KT ജബ്ബാർ, VM മുഹമ്മദ് അലി മാസ്റ്റർ, KKM ഷെരീഫ്, CA റാസി, ഇസ്മായിൽ വിളയൂർ, നാസർ തേളത്ത്, CT ബാലഗോപാൽ, K യാഹുട്ടി, KK അസീസ് തുടങ്ങിയവർ പ്രസംഗിച്ചു. പട്ടാമ്പി ഡയാലിസിസ് സെന്ററിലേക്കുള്ള 8 മെഷീനുകൾ എത്തി. RO പ്ലാന്റിന്റെ പ്രവർത്തനം കൂടി കഴിയുന്നതോടെ അവസാനഘട്ടം പൂർത്തിയാക്കി. ഡയാലിസിസ് സെന്റർ ഉടൻ പ്രവർത്തനം ആരംഭിക്കുമെന്ന് MLA പറഞ്ഞു. MLA ഫണ്ടിൽ നിന്നും 1,23 ലക്ഷം രൂപ ചിലവഴിച്ചാണ് ഡയാലിസിസ് സെന്ററിന്റെ പ്രവൃത്തികൾ നടത്തിയത്. പഴയ മെഷീനുകൾ ലഭ്യമാക്കുന്നതിന് ചില സാങ്കേതിക തടസ്സങ്ങൾ നേരിട്ടിരുന്നു. ഇപ്പോൾ പഴയതിനു പകരം പുതിയ ഫീച്ചറുള്ള മെഷീനുകളാണ് കൊണ്ടുവന്നിട്ടുള്ളത്. പുതിയ മെഷീനുകൾക്ക് അനുയോജ്യമായ തരത്തിലുള്ള വൈദ്യുതീകരണം നടത്തുകയും RO പ്ലാന്റിന്റെ പ്രവർത്തനം ഉറപ്പുവരുത്തുകയും ചെയ്യുന്നതോടെ ഡയാലിസിസ് സെന്റർ പ്രവർത്തനം ആരംഭിക്കും. ഇതിലേക്ക് ആവശ്യമായ ഡോക്ടർമാരുടെയും ജീവനക്കാരുടെയും മറ്റ് ആരോഗ്യ പ്രവർത്തകരെയും കൂടി അനുവദിക്കുന്നതിനു വേണ്ടിയുള്ള ഒരുക്കങ്ങളും നടന്നുവരുന്നു. പ്രവൃത്തിയുടെ പുരോഗതി വിലയിരുത്തുന്നതിനായി മുഹമ്മദ് മൂസിൻ MLAയും ജനപ്രതിനിധികളും ആരോഗ്യവകുപ്പ് ഉദ്യോഗസ്ഥരും സെന്ററിൽ സന്ദർശനം നടത്തി. പട്ടാമ്പി ഡയാലിസിസ് സെന്ററിന്റെ കെട്ടിടം നിർമ്മാണം നേരത്തെ കഴിഞ്ഞതാണ്. അതിനുശേഷമാണ് അതിന് മിഷനറിയും സാധനങ്ങൾക്കും വേണ്ടിയിട്ടുള്ള ഫണ്ട് ലഭ്യമാക്കിയത്. ആദ്യം ഗവൺമെന്റിന്റെ ഫണ്ട് ലഭ്യമാക്കാനുള്ള ശ്രമമാണ് നടത്തിയത്. ഗവൺമെന്റ് ഫണ്ട് ലഭ്യമാകാത്തത് കൊണ്ട് തന്നെ അതിന് രണ്ടാം ഘട്ടം എന്നുള്ള നിലയ്ക്ക് MLA ഫണ്ടിൽ ഫണ്ട് അനുവദിക്കുകയും മെഷീന് വേണ്ടിയിട്ടുള്ള മറ്റുള്ള RO പ്ലാന്റ് അടക്കമുള്ള കാര്യങ്ങൾക്കുള്ള ഫണ്ട് ലഭ്യമാക്കുകയും ചെയ്തു. ഇപ്പോൾ അതിൻ്റെ മെഷീന് വരാനുള്ള വലിയ കാലതാമസം നമുക്ക് നേരിട്ടിരുന്നു. കാരണം പഴയ സ്പെസിഫിക്കേഷനുള്ള മെഷീനാണ് നമ്മൾ ആദ്യം ഓർഡർ ചെയ്തിരുന്നെങ്കിലും അത് കുറച്ച് സമയമെടുത്തു. മാത്രമല്ല പുതിയ സ്പെസിഫിക്കേഷനിലേക്ക് മെഷീന് മാറി, കുറച്ചും കൂടെ വില കൂടിയ മെഷീനാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ അത് കിട്ടാൻ വലിയ രീതിയിലുള്ള തടസ്സമാണ് നമുക്കുണ്ടായിരുന്നത്. ഇപ്പം മെഷീൻ വന്ന് ഒരാഴ്ചയായിട്ട് അതിൻ്റെ മറ്റു പ്രവർത്തനങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. അതോടൊപ്പം തന്നെ ഇലക്ട്രിഫിക്കേഷൻ ഏതാണ്ട് പൂർത്തീകരിച്ചാണ്. ഈ പുതിയ സ്പെസിഫിക്കേഷനുള്ള മെഷീനുകൾ വന്നപ്പോൾ അതിൻ്റെ വയറിങ്ങും മറ്റു കാര്യങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് ചെറിയ മാറ്റങ്ങൾ ഉണ്ട്. ആ മാറ്റങ്ങൾ കൂടി ചെയ്തുകൊണ്ട് ഇത് ഇൻസ്റ്റാൾ ചെയ്യുന്ന പ്രവർത്തനമാണ് ഇപ്പോൾ നടക്കാൻ പോകുന്നത്. ഒറ്റപ്പാലം സർവീസ് സഹകരണ ബാങ്ക് മെയിൻ ബ്രാഞ്ചിൽ മുക്കുപണ്ടം പണയം വെക്കാൻ ശ്രമിച്ച കേസിൽ 2 പേർ അറസ്റ്റിൽ. വേങ്ങശ്ശേരി സ്വദേശികളായ പ്രദീപ് കുമാർ, കൃഷ്ണപ്രസാദ് എന്നിവരാണ് അറസ്റ്റിലായത്. തിങ്കളാഴ്ച ഉച്ചയ്ക്കാണ് സംഭവം നടന്നത്. വേങ്ങശ്ശേരി പാറക്കൽ വീട്ടിൽ 55-കാരനായ പ്രദീപ് കുമാർ, ചോറോട്ടിൽ വീട്ടിൽ 35-കാരനായ കൃഷ്ണപ്രസാദ് എന്നിവരെയാണ് ഒറ്റപ്പാലം പോലീസ് അറസ്റ്റ് ചെയ്തത്. പ്രദീപ് കുമാർ 3 പവൻ മാലയുമായാണ് ഒറ്റപ്പാലം സർവീസ് സഹകരണ ബാങ്കിന്റെ മെയിൻ ബ്രാഞ്ചിൽ പണയം വെക്കാനെത്തിയത്. വ്യാജ 916 മുദ്രയോടുകൂടിയ മാലയുടെ കൊളത്ത് സ്വർണമാണെന്നും കണ്ടെത്തി. സംശയം തോന്നിയ ജീവനക്കാർ ശാസ്ത്രീയമായി പരിശോധിച്ചപ്പോൾ മുക്കുപണ്ടമാണെന്ന് ഉറപ്പാക്കുകയായിരുന്നു. തുടർന്ന് ബാങ്ക് ജീവനക്കാർ പോലീസിനെ വിവരം അറിയിക്കുകയായിരുന്നു. പ്രദീപിനെ കസ്റ്റഡിയിലെടുത്ത് വിശദമായി ചോദ്യം ചെയ്തപ്പോഴാണ് മാല കൊടുത്തുവിട്ടത് സുഹൃത്ത് കൃഷ്ണപ്രസാദാണെന്ന് വ്യക്തമായതെന്നും പോലീസ് അറിയിച്ചു. തുടർന്ന് കൃഷ്ണപ്രസാദിനെയും കസ്റ്റഡിയിലെടുക്കുകയായിരുന്നു. പോലീസ് ഇൻസ്പെക്ടർ A അജീഷിന്റെ നേതൃത്വത്തിലാണ് അന്വേഷണം. തേനീച്ചയുടെ ആക്രമണത്തിൽ നിന്നും രക്ഷപ്പെടാൻ കനാലിൽ ചാടിയ കർഷകൻ ഒഴുക്കിൽപ്പെട്ട് മരിച്ചു. പാലക്കാട് ചിറ്റൂർ കണക്കാമ്പാറ സ്വദേശി 72-കാരനായ സത്യരാജനാണ് മരിച്ചത്. രാവിലെ ഭാര്യയ്ക്കും ചെറുമക്കൾക്കുമൊപ്പം കൃഷിയിടത്തിലേക്ക് വരുന്നതിനിടയിലായിരുന്നു തേനീച്ചയുടെ ആക്രമണം. രക്ഷപ്പെടാനായി സത്യരാജ് കനാലിലേക്ക് ചാടുകയായിരുന്നു. അഗ്നിശമന സേനയും നാട്ടുകാരും ചേർന്നുള്ള തെരച്ചിലാണ് മൃതദേഹം കണ്ടെടുത്തത്. തുടർന്ന് പാലക്കാട് ജില്ലാ ആശുപത്രി മോർച്ചറിയിലേക്ക് മാറ്റി. തുടർ നടപടികൾക്ക് ശേഷം ബന്ധുക്കൾക്ക് വിട്ടു നൽകും. ബൈറ്റ് പോയിട്ടുണ്ടായിരുന്നു. ഞാൻ ഒരുപാട് പന്ന കളച്ച് കഴിഞ്ഞിട്ട് അമ്മച്ചി വന്നിട്ടുണ്ടായിരുന്നു. അമ്മച്ചി ഞാൻ കളിച്ചു കൊണ്ടിരിക്കുമ്പോൾ അമ്മച്ചി പൊറുക്കിയിട്ടുണ്ടായിരുന്നു. പിന്നെ അച്ഛൻ ലാസ്റ്റ് വന്ന് വരമ്പിൽ വന്ന് നിന്നതേ ഉള്ളൂ. നിന്നത് വന്ന് തേനീച്ച് വന്ന് അച്ഛനെ പൊട്ടിയിട്ടുണ്ടായിരുന്നു. അച്ഛനെ കാണുന്നില്ല, മുഖം തല മുഴുവൻ അങ്ങനെ തേനീച്ച് വന്ന് പൊടിയായിരുന്നു. പിന്നെ അച്ഛൻ വരമ്പട്ട ഓടിയിട്ട് ചാടിയിലേക്ക് കയറിയായിരുന്നു. അപ്പോൾ മോളെ എന്നെ രക്ഷിക്കൂ എന്ന് കത്തിയിട്ടുണ്ടായിരുന്നു. ഞാൻ ആൾ വിളിക്കാൻ വേണ്ടി ഓടി വരുന്നെങ്കിൽ അച്ഛനെ കാണാനില്ല. അമ്മച്ചി വന്ന് ചാടി വരങ്കിൽ എനിക്ക് വെള്ളം വേണം പറഞ്ഞ് വലിയ കത്തിയായിരുന്നു. പിന്നെ ആൾക്കാരെല്ലാം കൂടി ഫോട്ടോ പിടിച്ച് അമ്മയ്ക്ക് കുഴപ്പമില്ല. അമ്മച്ചിക്ക് ഇപ്പോൾ കുഴപ്പമില്ല. 1 മണിക്കൂർ കഴിഞ്ഞിട്ട് സ്ട്രിപ്പ് ഇറക്കി കഴിഞ്ഞിട്ട് വീട്ടിലേക്ക് കൊണ്ടുപോകാൻ പറഞ്ഞു. ചെർപ്പളശ്ശേരി പുത്തനാൽക്കൽ ക്ഷേത്രത്തിൽ മകരച്ചൊവ്വ ഉത്സവം വർണ്ണാഭമായി ആഘോഷിച്ചു. വൈകിട്ട് ഗജവീരന്മാരുടെയും പഞ്ചവാദ്യത്തിൻ്റെയും അകമ്പടിയിൽ നഗരപ്രദക്ഷിണമായി നടന്ന എഴുന്നള്ളിപ്പ് ഭക്തിനിർഭരമായി.
ചെർപ്പുളശ്ശേരി പുത്തനാൽക്കൽ ക്ഷേത്രത്തിൽ മകരച്ചൊവ്വ പകൽപൂരമായി ആഘോഷിച്ചു. വൈകിട്ട് കാവുവട്ടത്തു നിന്നും 3 ഗജവീരന്മാരുടെയും പഞ്ചവാദ്യത്തിൻ്റെയും അകമ്പടിയിൽ നഗരപ്രദക്ഷിണമായി നടന്ന എഴുന്നള്ളിപ്പ് ഭക്തിനിർഭരമായി. ശിങ്കാരിമേളം, തെയ്യം, വിവിധ കലാരൂപങ്ങൾ, തകിൽ, നാദസ്വരം, ഹുക്കാവടി എന്നിവയും പകൽപൂരത്തിന് ചന്തം ചാർത്തി. ചുറ്റുവിളക്ക്, നിറമാല എന്നിവയ്ക്ക് ശേഷം രാത്രി സിംഫണി ഓർക്കസ്ട്രയുടെ ഗാനമേളയും അരങ്ങേറി. തന്ത്രി അണ്ടലാടി മനക്കൽ ഉണ്ണി നമ്പൂതിരിപ്പാട് വിശേഷാൽ പൂജകൾക്ക് കാർമ്മികത്വം വഹിച്ചു. രാവിലെ കലാമണ്ഡലം മോഹനകൃഷ്ണന്റെ ശീതങ്കം തുള്ളൽ, ശിങ്കാരിമേളം, 11 മുതൽ പ്രസാദവൂട്ട് എന്നിവയുമുണ്ടായി. പൊള്ളാച്ചിയിൽ നിന്ന് പറത്തിയ ഭീമൻ ബലൂൺ പാലക്കാട് കന്നിമാരി മുള്ളൻതോട് ഇടിച്ചിറക്കി. ബലൂണിലുണ്ടായിരുന്ന 4 തമിഴ്നാട് സ്വദേശികളെ സുരക്ഷിതമായി മുള്ളൻതോട്ടെ പാടത്തിറക്കി. പൊള്ളാച്ചിയിൽ നിന്ന് 20 കിലോമീറ്ററോളം പറന്നാണ് ബലൂൺ കന്നിമാരിയിൽ ഇറക്കിയത്. തമിഴ്നാട് ടൂറിസം വകുപ്പ് സ്വകാര്യ സംഘടനയുമായി ചേർന്ന് നടത്തിയ ഫെസ്റ്റിന്റെ ഭാഗമായാണ് ബലൂൺ പറത്തിയത്. 10ാമത് അന്താരാഷ്ട്ര ബലൂൺ ഫെസ്റ്റിന്റെ ഭാഗമായിട്ടായിരുന്നു പരിപാടി. 7 രാജ്യങ്ങളിൽ നിന്നായി 11 ബലൂണുകളാണ് പരിപാടിക്ക് എത്തിച്ചിരുന്നത്. പറക്കലിന് നേതൃത്വം നൽകിയ 2 പേരുൾപ്പെടെ 4 പേരാണ് ബലൂണിലുണ്ടായിരുന്നത്. ചൊവ്വാഴ്ച രാവിലെ 8 മണിയോടെയാണ് സംഭവം. വലിയ ശബ്ദം കേട്ട് കർഷകരായ കൃഷ്ണൻകുട്ടിയും രാമൻകുട്ടിയും പാടത്തേക്ക് ഇറങ്ങിയപ്പോഴാണ് ആനയുടെ രൂപത്തിലുള്ള ഭീമൻ ബലൂൺ തന്റെ കൃഷിയിടത്തിലേക്ക് ഇറങ്ങാൻ പാകത്തിന് താഴേക്കിറങ്ങി വരുന്നതായി ശ്രദ്ധയിൽപ്പെട്ടത്. സുരക്ഷിതമായി താഴേക്കിറക്കാൻ സംഘത്തെ കൃഷ്ണൻകുട്ടിയും രാമൻകുട്ടിയും സഹായിച്ചു. പറക്കാനാവശ്യമായ ഗ്യാസ് തീർന്നുപോയതിനെ തുടർന്നാണ് പെരുമാട്ടിയിൽ ബലൂൺ അടിയന്തര ലാൻഡിംഗ് നടത്തിയത്. പിന്നീട് കമ്പനി അധികൃതർ എത്തി ചുരുട്ടിയെടുത്ത് കൊണ്ടുപോയി. കരിമ്പുഴ ഗ്രാമപഞ്ചായത്തിൻ്റെ 2023-2024 വർഷത്തെ മെയിൻ്റനൻസ് ഗ്രാന്റ് ഇനത്തിൽ അധികമായി ലഭിച്ച 1.51 കോടി രൂപയുടെ പദ്ധതികൾ രൂപീകരിച്ചതിൽ പ്രതിപക്ഷ മെമ്പർമാരുടെ വാർഡുകൾക്ക് മതിയായ പരിഗണന നൽകാതെ അവഗണിച്ചതായി പരാതി. ഇതിനെതിരെ പ്രക്ഷോഭ പരിപാടികൾ സംഘടിപ്പിക്കുമെന്ന് പ്രതിപക്ഷ മെമ്പർ എം മോഹനൻ പറഞ്ഞു. UDF അംഗങ്ങളുടെ വാർഡുകൾക്ക് വലിയ തുക നീക്കിവെച്ചപ്പോൾ മറ്റു വാർഡുകളിൽ തുച്ഛമായ തുകയാണ് വകയിരുത്തിയിട്ടുള്ളത്. ഇത് തിരുത്തിയില്ലെങ്കിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ശക്തമായ പ്രക്ഷോഭം സംഘടിപ്പിക്കും. 18 വാർഡുകളിലേക്കും ലഭിക്കേണ്ട തുക UDF മെമ്പർമാരുടെ വാർഡുകളിലേക്ക് കൂടുതൽ അനുവദിച്ചുകൊണ്ട് ഭരണപക്ഷം പ്രതിപക്ഷത്തെ അവഗണിച്ചിരിക്കുകയാണെന്നും തീർത്തും ഏകപക്ഷീയമായ നടപടി എതിർക്കപ്പെടണമെന്നും എം മോഹനൻ പറഞ്ഞു. മെയിൻ്റനൻസ് ഗ്രാന്റിന്റെ അഡീഷണൽ അലോട്ട്മെന്റായി കരിമ്പുഴ ഗ്രാമപഞ്ചായത്തിന് 1,51,11,000 രൂപ കൂടി അനുവദിച്ച് കിട്ടുകയുണ്ടായി. ഈ പണം പഞ്ചായത്തിലുള്ള 18 വാർഡുകളിലും റോഡുകളുടെ മെയിൻ്റനൻസിന് ഉപയോഗപ്പെടുത്തേണ്ട പണമാണ്. അതുകൊണ്ട് തന്നെ എല്ലാ വാർഡുകളിലും ഈ ഫണ്ട് ഉപയോഗപ്പെടുത്താൻ ആവശ്യമായിട്ടുള്ള റോഡുകളുമുണ്ട്. പക്ഷേ ഈ ഫണ്ട് ഏകപക്ഷീയമായി UDFന്റെ പ്രതിനിധികളുടെ വാർഡുകളിലേക്ക് വലിയ തുക അനുവദിക്കുകയും ഇടതുപക്ഷത്തിന്റെ
ജനപ്രതിനിധികളുള്ള വാർഡുകളിലേക്ക് വലിയ കുറവ് ഫണ്ടിന്റെ കാര്യത്തിൽ ഉണ്ടാവുകയും ചെയ്തിരിക്കുകയാണ്. ഇത് പരിഹരിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് ഇടതുപക്ഷത്തിന്റെ 8 ജനപ്രതിനിധികൾ പഞ്ചായത്ത് ഭരണസമിതിക്ക് കത്ത് നൽകിയിരുന്നു. ആ കത്ത് ചർച്ച ചെയ്തെങ്കിലും ഈ പ്രശ്നത്തിന് ഒരു പരിഹാരം ഇതുവരെയും ഉണ്ടായിട്ടില്ല. ഇതിൽ ശക്തമായിട്ടുള്ള പ്രതിഷേധം ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ കരിങ്ങോട് ഗ്രാമപഞ്ചായത്ത് കമ്മിറ്റി ഉയർത്തിക്കൊണ്ടുവരാൻ വേണ്ടി തീരുമാനിച്ചിട്ടുണ്ട്. പഞ്ചായത്ത് ഓഫീസ് മാർക്ക് ഉൾപ്പെടെ ഈ വിഷയത്തിൽ എല്ലാ വാർഡുകളോടും തുല്യ പരിഗണന ഉണ്ടാകണം എന്നാവശ്യപ്പെട്ടുകൊണ്ട് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ നേതൃത്വത്തിൽ പഞ്ചായത്ത് ഓഫീസ് മാർക്ക് ഉൾപ്പെടെ നടത്താനാണ് തീരുമാനിച്ചിട്ടുള്ളത്. എല്ലാ വാർഡുകളോടും തുല്യ പരിഗണന കൂടി ഉണ്ടാകണം എന്ന് ഇതിന്റെ ഭാഗമായി ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ശക്തമായി ആവശ്യപ്പെടുകയാണ്. ഇടവേള. വാർത്തകൾ തുടരുന്നു. കേരളത്തിലെ വലിയ തൊഴിൽദാതാവ് എന്ന നിലയിൽ വസ്ത്രവ്യാപാര മേഖല സംരക്ഷിക്കാൻ സർക്കാർ നടപടി സ്വീകരിക്കണമെന്ന് കേരള ടെക്സ്റ്റൈൽസ് ആൻഡ് ഗാർമെന്റ്സ് ഡീലേഴ്സ് വെൽഫെയർ അസോസിയേഷൻ. ഉയർന്ന നികുതി ചെറുകിട വ്യാപാരികളെ പ്രതിസന്ധിയിലാക്കിയിട്ടുണ്ടെന്നും ഭാരവാഹികൾ പാലക്കാട് വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. ഓൺലൈൻ വ്യാപാരവും കുത്തകകളുടെ കടന്നുകയറ്റവും കേരളത്തിലെ വസ്ത്രവ്യാപാര മേഖലയെ ഇല്ലാതാക്കിക്കൊണ്ടിരിക്കുകയാണ്. നികുതി ഘടനയ്ക്കെതിരെയുള്ള പ്രതിഷേധത്തെ തുടർന്ന് താൽക്കാലിക ഇളവ് ലഭിച്ചെങ്കിലും ശാശ്വത പരിഹാരം ആവശ്യമാണ്. കൂടുതൽ പേർക്ക് തൊഴിൽ കൊടുക്കുന്ന മേഖല എന്ന നിലയിൽ സർക്കാർ ഇടപെടൽ അനിവാര്യമാണ്. ജനുവരി 16 നടക്കുന്ന ജില്ലാ സമ്മേളനത്തിൽ പ്രതിസന്ധികളും പരിഹാരമാർഗങ്ങളും ചർച്ച ചെയ്യുമെന്നും ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു. ടെക്സ്റ്റൈൽ മേഖല ഏറ്റവും കൂടുതൽ ഈ പരിസരത്തുള്ള ചെറുപ്പക്കാർക്ക് ഏറ്റവും കൂടുതൽ ജോലി കൊടുക്കുന്ന ഒരു മേഖലയാണെന്നുള്ള ഒരു സാഹചര്യമുണ്ട്. പ്രത്യേകിച്ച് ഞങ്ങളുടെ സംസ്ഥാന പ്രസിഡന്റ് PS പട്ടാഭിരാമൻ അദ്ദേഹം നിർദ്ദേശിച്ച ഒരു പ്രധാനപ്പെട്ട കാര്യം നമ്മുടെ ടെക്സ്റ്റൈൽ മേഖലയിലെ എല്ലാ ചെറുകിട കച്ചവടക്കാരെയും നമുക്കൊരു മെമ്പർഷിപ്പ് അവർക്ക് തരാൻ കഴിഞ്ഞില്ലെങ്കിൽ കൂടി അവരെയും കൂടി സംഘടന ഉൾപ്പെടുത്തിക്കൊണ്ട് ഒരുമിച്ച് നിർത്തി മുന്നോട്ട് കൊണ്ടുപോകണമെന്നുള്ള ഉദ്ദേശത്തോടെയാണ് സംഘടന പ്രവർത്തിക്കുന്നത്. അതിന്റെ ഭാഗമായിട്ട് വലിയൊരു സംഖ്യ വയനാട് ഈ നമ്മളെ മുണ്ടക്കയമ്മ പരിപാടിക്ക് നമ്മുടെ സംഘടനക്ക് കൊടുക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. അതുപോലെ സമൂഹത്തിൽ ഒരുപാട് പ്രതിബദ്ധതയുള്ള ഒരു സംഘടനയാണ് KTG എന്ന സംഘടന. അപ്പോൾ ചെറുകിട മേഖല ഇല്ലെങ്കിൽ തന്നെ ചെറുകിട മേഖല വല്ലാത്ത പ്രയാസത്തിലാണ് ചെറുകിട മേഖല പോയിക്കൊണ്ടിരിക്കുന്നത്. നിരന്തരം കഴിഞ്ഞ കൊല്ലം ഞങ്ങൾ ടെക്സ്റ്റൈൽസിന്റെ മെമ്പർമാരെ പരിപാടികൾ കാണാൻ പോകുന്ന പല കച്ചവട സ്ഥാപനങ്ങളും ഇന്ന് നിലവിലില്ല, കൂട്ടിപ്പോകുന്ന അവസ്ഥയിലേക്കാണ് പോകുന്നത്. അപ്പൊ അതിന്റെ ഇടയിലാണ് ഇപ്പോ GST 18% കച്ചവട വാടക കെട്ടിടങ്ങൾക്കുള്ള 18% എന്നുള്ള ഒരു ഇതും കൂടി വന്നിട്ടുണ്ട്. അതിന് ചെറിയൊരു സമാധാനം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു 40,000-ഓളം വ്യാപാരികൾക്ക് കേരളത്തിൽ അതിനൊരു ആശ്വാസം കിട്ടി. എന്നാലും ബാക്കിയുള്ള കച്ചവടക്കാർക്ക് കിട്ടിയിട്ടില്ല. കച്ചവടം ഇല്ല എന്നുള്ളതാണ് ഇപ്പോഴത്തെ വലിയ പ്രയാസം. അതിനൊപ്പം തന്നെ ഈ കോർപ്പറേറ്റ്, അതിനൊപ്പം തന്നെ ഗവൺമെന്റുകളുടെ ഇങ്ങനെയുള്ള പ്രയാസങ്ങൾ ഉണ്ടാകുമ്പോൾ ഇത് മുന്നോട്ട് പോകാൻ തന്നെയുള്ള ബുദ്ധിമുട്ട് ഒരുപാടാണ്. ജനറൽ സെക്രട്ടറി MS സിറാജ്, പ്രസിഡന്റ് M കുമാരൻ, ട്രഷറർ ഷാൻവാസ്, ഫൈസൽ ശോഭ, C കൃഷ്ണകുമാർ, അഭിലാഷ്, കാജ ഹുസൈൻ എന്നിവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു. എടത്തനാട്ടുകര വട്ടമണ്ണപ്പുറം AMLP സ്കൂളിലെ സഹപാഠിക്കൊരു വീട് പദ്ധതിയിൽ നിർമ്മിച്ച 3 സ്നേഹഭവനങ്ങളുടെ താക്കോൽദാനവും 12 നിർധന കുടുംബങ്ങൾക്ക് വീട് നിർമ്മിക്കുന്നതിനായി സ്കൂൾ മാനേജർ നൽകുന്ന സ്ഥലത്തിന്റെ പ്രമാണ കൈമാറ്റവും ചൊവ്വാഴ്ച സ്കൂൾ അങ്കണത്തിൽ നടന്നു. N ഷംസുദ്ദീൻ MLA ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു. വട്ടമണ്ണപ്പുറം, അണയങ്കോട്, എടപ്പറ്റ, മാടമ്പി എന്നിവിടങ്ങളിലാണ് സ്കൂളിലെ 4 വിദ്യാർത്ഥികൾക്കായി 3 വീടുകൾ നിർമ്മിച്ചത്. അധ്യാപകർ, വിദ്യാർത്ഥികൾ, പൂർവ്വ അധ്യാപകർ, പൂർവ്വ വിദ്യാർത്ഥികൾ, സുമനസുകൾ എന്നിവരിൽ നിന്നുമായി സമാഹരിച്ച 20 ലക്ഷം രൂപ ചെലവിലാണ് വീടുകളുടെ നിർമ്മാണം പൂർത്തിയാക്കിയത്. 700 ചതുരശ്ര അടി വിസ്തീർണത്തിൽ പൂർണ്ണ സൗകര്യങ്ങളോടെയാണ് ഓരോ വീടും നിർമ്മിച്ചത്. N ഷംസുദ്ദീൻ MLA, മലപ്പുറം ASP ഫിറോസ് M ഷഫീഖ്, മലപ്പുറം ഡെപ്യൂട്ടി കലക്ടർ KP സക്കീർ ഹുസൈൻ എന്നിവർ വീടുകളുടെ താക്കോൽ വിദ്യാർത്ഥികൾക്ക് കൈമാറി. കുട്ടികളുടെ ഇനീഷ്യേറ്റീവിൽ 3 വീടുകൾ ഇപ്പൊ നിർമ്മിച്ച് നൽകുന്നു. ഇതിനു മുമ്പ് നൽകിയിട്ടുണ്ട്, ഇനിയും നൽകുമെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അപ്പോ നന്മയുടെ പാഠങ്ങളാണ് നമ്മുടെ കുട്ടികളെ പഠിപ്പിക്കുന്നത്. പാഠം പഠിപ്പിക്കുക മാത്രമല്ല, അവരെ അതിന്റെ ഭാഗമാക്കുകയാണ്. സ്കൂളിലെ കുട്ടികൾ അവർക്ക് മിഠായി വാങ്ങാൻ കൊടുക്കുന്ന പണം ഒരു ദിവസം മിഠായി വാങ്ങണ്ട എന്ന് വിചാരിച്ചിട്ട് തന്റെ സഹപാഠിക്ക് വീടൊരുക്കാൻ ആ പൈസ മാറ്റി വെക്കുകയാണ്. എത്ര ചെറുതാവട്ടെ, ആ ഒരു മാനസികാവസ്ഥയുണ്ടല്ലോ, ആ ഒരു സാമൂഹ്യ ബോധം, അതാണ് ഇന്ന് നമ്മുടെ കുട്ടികളിൽ കൂടുതലായി നമ്മൾ സന്നിവേശിപ്പിക്കേണ്ടത്.
12 നിർധന കുടുംബങ്ങൾക്ക് വീട് നിർമ്മിക്കുന്നതിനായി സ്കൂൾ മാനേജർ ഡോക്ടർ കെ മഹ്ഫൂസ് റഹീം നൽകുന്ന 50 സെന്റ് സ്ഥലത്തിന്റെ പ്രമാണം എടത്തനാട്ടുകര ചാരിറ്റി കൂട്ടായ്മയ്ക്ക് ചടങ്ങിൽ കൈമാറി. മണ്ണാർക്കാട് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് വി പ്രീത അധ്യക്ഷയായി. അലനല്ലൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പി സജന സത്താർ, മുൻ വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി നാലകത്ത് സൂപ്പി, സുരേഷ് ഹരിഹരൻ, എടത്തനാട്ടുകര ചാരിറ്റി കൂട്ടായ്മ ഭാരവാഹി അബ്ദുള്ള പാറാക്കോട്ട്, മണ്ണാർക്കാട് ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ബഷീർ തെക്കൻ, അലനല്ലൂർ ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ആയിഷ ബി ആറാട്ടുതുടി, ജില്ലാ പഞ്ചായത്ത് അംഗം എം മെഹർബാൻ, പ്രധാനാധ്യാപിക KM ഷാഹിന, സി മുഹമ്മദ് അലി തുടങ്ങിയവർ പങ്കെടുത്തു. കഴിഞ്ഞ അധ്യയന വർഷത്തിലും സ്കൂളിന്റെ നേതൃത്വത്തിൽ 2 സഹപാഠികൾക്ക് വീട് നിർമ്മിച്ചു നൽകിയിരുന്നു. പരിയാനംപറ്റയിലെ PCN വായനശാലയ്ക്ക് പുതിയ കെട്ടിടത്തിനായി ഒറ്റപ്പാലം MLA കെ പ്രേംകുമാർ തറക്കല്ലിട്ടു. MLAയുടെ ആസ്തി വികസന ഫണ്ടിൽ നിന്നാണ് 10 ലക്ഷം രൂപ വകയിരുത്തി കെട്ടിടം നിർമ്മിക്കുന്നത്. ഈ വർക്കിൻ്റെ ടെൻഡർ ഉൾപ്പെടെയുള്ള നടപടിക്രമങ്ങൾ പൂർത്തീകരിച്ച് കടമ്പഴിപ്പുറത്തുള്ള മധുസൂദനൻ എന്ന് പറയുന്ന ആൾ ഇതിന് എഗ്രിമെൻ്റ് വെച്ചിട്ടുള്ളത്. 6 മാസമാണ് അത് പ്രവൃത്തി ചെയ്യുന്നതിനുള്ള സമയം ഗവൺമെൻറ് നൽകിയിട്ടുള്ളത്. ഇപ്പം 3 മാസം കഴിഞ്ഞു. അപ്പം അതിൻ്റെ ഇടയിൽ മരം മുറിക്കലുണ്ടായി. അങ്ങനെയുള്ള മറ്റു കാര്യങ്ങൾക്ക് ഒരല്പം സമയം വിചാരിച്ചതിനേക്കാൾ അധികം വന്നു. ഇപ്പോൾ നമ്മൾ തടസ്സങ്ങളൊക്കെ നീക്കി ബിൽഡിംഗ് പണി തുടങ്ങാൻ പറ്റും എന്ന അന്തരീക്ഷത്തിലാണ് നമ്മൾ നിർമ്മാണ ഉദ്ഘാടനം നടത്തിയിട്ടുള്ളത്. ഇനി നിർത്താതെ പണി നടക്കും. അപ്പോൾ നമ്മൾ ആഗ്രഹിക്കുന്നത്, പ്രതീക്ഷിക്കുന്നത് ഈ നാടിന് നൽകാനുള്ള ഉറപ്പ് എന്ന് തീരുമെന്ന് ചോദിച്ചാൽ ഏപ്രിൽ 14 ആയിട്ടാണ് വിഷു വരിക. വിഷുവിന് മുമ്പായിട്ട് പുതിയ പണി പൂർത്തീകരിച്ച PCN സ്മാരക വായനശാലയുടെ കെട്ടിടത്തിൻ്റെ ഉദ്ഘാടനം നമുക്ക് നടത്താൻ കഴിയും എന്ന ആത്മവിശ്വാസം, സന്തോഷം ഈ സന്ദർഭത്തിൽ നാടുമായിട്ട് പങ്കുവയ്ക്കുക. ശ്രീകൃഷ്ണപുരം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് സുനിത ജോസഫ് അധ്യക്ഷത വഹിച്ചു. പൂക്കോട്ടുകാവ് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് P ജയശ്രീ, ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ S അജിത് കുമാർ, കാട്ടുകുളം ഹൈസ്കൂൾ പ്രിൻസിപ്പൽ രാജേഷ്, വായനശാലയുടെ പ്രസിഡന്റ് C പ്രകാശൻ, ഒറ്റപ്പാലം താലൂക്ക് ലൈബ്രറി കൗൺസിൽ അംഗം അജിത് കുമാർ എന്നിവർ സംസാരിച്ചു. ഏപ്രിലിൽ കെട്ടിടത്തിന്റെ പണി പൂർത്തീകരിക്കാനാണ് ലക്ഷ്യമിടുന്നത്. പുലാമന്തോളിൽ നടന്ന സംസ്ഥാന മിക്സ് ബോക്സിംഗ് ചാമ്പ്യൻഷിപ്പിൽ മലപ്പുറം ജില്ല ജേതാക്കളായി. നജീബ് കാന്തപുരം MLA ചാമ്പ്യൻഷിപ്പ് ഉദ്ഘാടനം ചെയ്തു. നടിയും അധ്യാപികയുമായ സരിക സ്റ്റീബിൻ ബോക്സിംഗ് റിംഗ് ഉദ്ഘാടനം ചെയ്തതോടെയാണ് മത്സരങ്ങൾ ആരംഭിച്ചത്. 15 താരങ്ങളെ ഏഷ്യൻ ചാമ്പ്യൻഷിപ്പിലേക്ക് തിരഞ്ഞെടുത്തു. പുലാമന്തോൾ VFC സ്പോർട്സ് അക്കാദമിയാണ് സംസ്ഥാന മിക്സ് ബോക്സിംഗ് ചാമ്പ്യൻഷിപ്പ് സംഘടിപ്പിച്ചത്. 8 ജില്ലകളിൽ നിന്നായി 100-ലധികം താരങ്ങൾ മിക്സ് ബോക്സിംഗ് ചാമ്പ്യൻഷിപ്പിൽ പങ്കെടുത്തു. നജീബ് കാന്തപുരം MLA ചാമ്പ്യൻഷിപ്പ് ഉദ്ഘാടനം ചെയ്തു. പുലാമന്തോൾ VFC അക്കാദമിയിൽ ഒരുക്കിയ പുതിയ ബോക്സിംഗ് റിംഗിന്റെ ഉദ്ഘാടനം നടിയും അധ്യാപികയുമായ സരിക സ്റ്റീബിൻ നിർവഹിച്ചു. ഇങ്ങനത്തെ ഒരു ഉദ്ഘാടന ചടങ്ങിൽ എത്താൻ സാധിച്ചതിൽ എനിക്ക് വളരെയധികം സന്തോഷമുണ്ട്. സുബ്രഹ്മണ്യൻ സാറാണ് എന്നെ വിളിക്കുന്നത്. കുട്ടികൾക്ക് വേണ്ടി ഇങ്ങനെ ഒരു മിക്സ് ബോക്സിംഗ് ചാമ്പ്യൻഷിപ്പ് ഉണ്ടെന്ന് പറഞ്ഞതും ഞാൻ വളരെയധികം എക്സൈറ്റഡ് ആയിരുന്നു. കാരണം ഞാനൊരു ടീച്ചറാണ്. കുട്ടികളെ പ്രോത്സാഹിപ്പിക്കാൻ കിട്ടുന്ന ഒരു അവസരവും ഞാൻ പാഴാക്കാറില്ല. വളരെ നല്ല രീതിയിൽ ഇന്നത്തെ കാലത്ത് എല്ലാ കുട്ടികളും അറിഞ്ഞിരിക്കേണ്ട ഒന്ന് തന്നെയാണ് മാർഷൽ ആർട്സ് എന്ന് പറയുന്നത്. അത് നമ്മുടെ സെൽഫ് ഡിഫെൻസിന് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒന്നാണ്. അപ്പോൾ കുട്ടികളുടെ ഇങ്ങനെയുള്ള കഴിവുകളെ പ്രോത്സാഹിപ്പിക്കുന്ന രീതിയിൽ ഒരുപാട് പ്രോഗ്രാംസ് മുന്നോട്ട് വരണമെന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. അതുപോലെ ഇന്നിവിടെ സംഘടിപ്പിച്ചിട്ടുള്ള ഈ ഒരു പരിപാടിക്ക് എൻ്റെ എല്ലാവിധ ആശംസകളും ഞാൻ നേരുന്നുണ്ട്. എല്ലാവരും ഈ ഒരു കാലഘട്ടത്തിൽ മാർഷൽ ആർട്സ് അറിഞ്ഞിരിക്കേണ്ട ഒന്ന് തന്നെയാണ്. നിങ്ങളുടെ കുട്ടികളെ മാക്സിമം പ്രോത്സാഹിപ്പിക്കണം ഇങ്ങനെ ഒരു കല പഠിക്കുന്നതിന് വേണ്ടിയിട്ട്. മാധ്യമപ്രവർത്തകരായ മണികണ്ഠൻ കൊളത്തൂർ, സത്താർ ആനമങ്ങാട്, വിനു കരിങ്ങനാട്, INTUC പുലാമന്തോൾ മണ്ഡലം പ്രസിഡന്റ് സക്കീർ ഹുസൈൻ, ഹമീദ് കട്ടുപ്പാറ, അനൂപ്, സാലി തുടങ്ങിയവർ സംസാരിച്ചു. മിക്സ് ബോക്സിംഗ് അസോസിയേഷൻ സ്റ്റേറ്റ് ജനറൽ സെക്രട്ടറിയും വള്ളുവനാട് മാർഷൽ ആർട്സിലെ മുഖ്യ പരിശീലകനുമായ സുബ്രഹ്മണ്യൻ, പുലാമന്തോൾ VFC അക്കാദമി മാനേജർ സജീഷ് എറക്കൂത്ത് എന്നിവർ മത്സരങ്ങൾക്ക് നേതൃത്വം നൽകി. കഴിവുള്ള കുട്ടികളുടെ നമ്മളെ പ്രോത്സാഹനം കൊടുത്ത് മുന്നോട്ട് കൊണ്ടുവരിക. ജില്ലാ, സംസ്ഥാന, ദേശീയ, അന്തർദേശീയ മത്സരങ്ങളിൽ കുട്ടികളെ കൊണ്ടുപോവുക. അതാണ് നമ്മുടെ പ്രധാന ഉദ്ദേശം. പിന്നെ നമ്മുടെ അസോസിയേഷൻ്റെ ഒരു അണ്ടറിലുള്ളൊരു റിങ് കൂടിയാണ് ഇന്നിവിടെ ഉദ്ഘാടനം ചെയ്തിട്ടുള്ളത്. നമ്മളിവിടെ പരിശീലനം കൊടുക്കുന്നത് കരാട്ടെ, ബോക്സിങ്, ഉഷു, കുങ്ഫു ഈ 3-4 ആർട്സുകളാണ് നമ്മളിവിടെ ചെയ്യുന്നത്. അത് ചിട്ടയായ പരിശീലനം രാവിലെയും വൈകുന്നേരങ്ങളിലും ഇവിടെ ക്ലാസ് നടക്കുന്നുണ്ട്. ജില്ലാ തലങ്ങളിലും അതിന് ജില്ലാതലം കഴിഞ്ഞിട്ട് സംസ്ഥാന തലം, ദേശീയ തലം, അന്തർദേശീയ തലങ്ങളിൽ വരെ ഇവിടെ എത്തിയിട്ടുണ്ട്. 3 വേൾഡ് ചാമ്പ്യന്മാർ നമുക്കുണ്ട്. അതിലൊരാളാണ് ഇവിടെ നിൽക്കുന്നത്, എൻ്റെ കൂടെ നിൽക്കുന്നത്. സബ് ജൂനിയർ, ജൂനിയർ, സീനിയർ എന്നീ 3 വിഭാഗങ്ങളിലായിരുന്നു മത്സരം. ചാമ്പ്യൻഷിപ്പിൽ 40 പോയിന്റുമായി മലപ്പുറം 1ാം സ്ഥാനം നേടി.
32 പോയിന്റോടെ കോഴിക്കോട് 2ാം സ്ഥാനം കരസ്ഥമാക്കി. വയനാട്, പത്തനംതിട്ട ജില്ലകൾ 3ാം സ്ഥാനം പങ്കിട്ടു. ചാമ്പ്യൻഷിപ്പിലെ മികച്ച 15 താരങ്ങളെ നേപ്പാളിൽ നടക്കുന്ന ഏഷ്യൻ ചാമ്പ്യൻഷിപ്പിലേക്ക് തിരഞ്ഞെടുത്തു. ഇന്നിവിടെ 4ാമത് കേരള സ്റ്റേറ്റ് മിക്സ് ബോക്സിംഗ് ചാമ്പ്യൻഷിപ്പാണ് നടന്നിട്ടുള്ളത്. ഇതിന്ന് സെലക്ട് ചെയ്യുന്ന കുട്ടികളുടെ നമ്മൾ മെയ് മാസത്തിൽ നേപ്പാളിൽ നടക്കുന്ന ഏഷ്യൻ ചാമ്പ്യൻഷിപ്പിലേക്ക് കൊണ്ടുവരുന്നുണ്ട്. അതിൻ്റെ സെലക്ഷനും കൂടിയാണ് ഇന്നിവിടെ നടന്നിട്ടുള്ളത്. അപ്പോൾ അതിനൊന്ന് ഒരുപാട് 100ഓളം കുട്ടികളിവിടെ പങ്കെടുത്തിട്ടുണ്ടായിരുന്നു. കേരളത്തിലെ 9ഓളം ഡിസ്ട്രിക്റ്റിൽ നിന്നുള്ള കുട്ടികളും അവരുടെ കോച്ചസും രക്ഷിതാക്കളും ഇന്നിവിടെ പങ്കെടുത്തിട്ടുണ്ട്. മലപ്പുറം ജില്ലാ സൈനികക്ഷേമ ഓഫീസിന്റെ ആഭിമുഖ്യത്തിൽ പെരിന്തൽമണ്ണയിൽ വിമുക്തഭട ദിനാചരണവും ബോധവൽക്കരണ സെമിനാറും സംഘടിപ്പിച്ചു. ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് AK മുസ്തഫ ഉദ്ഘാടനം നിർവഹിച്ചു. മുതിർന്ന വിമുക്ത ഭടന്മാരെ ചടങ്ങിൽ ആദരിച്ചു. പെരിന്തൽമണ്ണ താലൂക്കിലെ വിമുക്ത ഭടന്മാർക്കും അവരുടെ ആശ്രിതർക്കുമായാണ് പെരിന്തൽമണ്ണയിൽ ബോധവൽക്കരണ സെമിനാർ സംഘടിപ്പിച്ചത്. പരിപാടിയിൽ വിമുക്ത ഭട ദിനാചരണവും നടന്നു. ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് AK മുസ്തഫ പരിപാടി ഉദ്ഘാടനം ചെയ്തു. മറ്റൊരു സേവനത്തിനും ഇല്ലാത്ത ഒരു മഹത്തരമായിട്ടുള്ള ഒരു കാഴ്ചപ്പാടും ഒരു സമീപനവും ആളുകളുടെ ഭാഗത്ത് നിന്ന് കാലങ്ങളായി ഈ മേഖലയിൽ പ്രവർത്തിക്കുന്നവർക്ക് ഉണ്ടായിട്ടുണ്ട് എന്നുള്ളത് സത്യം തന്നെയാണ്. ഏറ്റക്കുറച്ചിലുകൾ ചിലപ്പോൾ ഉണ്ടാകാം, എന്നാലും എല്ലാവരുടെയും മനസ്സിൽ ആ കാര്യം ചിരപ്രതീക്ഷ നേടിയിട്ടുള്ള ഒരു കാര്യമാണ്. ഇവരാണ് നമ്മളെ കാക്കുന്നത്, ഇവരുള്ളത് കൊണ്ടാണ് നമ്മൾ നന്നായി ഉറങ്ങുന്നത്, ഇവരുള്ളത് കൊണ്ടാണ് നമ്മുടെ അതിർത്തികളായി അവശേഷിക്കുന്നത്, ഇവരുള്ളത് കൊണ്ടാണ് മറ്റുള്ള ആളുകളുടെ മേൽക്കോയ്മയും അതുപോലെ തന്നെ അധീശത്വവും കടന്നുകയറ്റവും ചെറുക്കപ്പെടുന്നത് എന്നുള്ള തോന്നൽ എല്ലാവരിലും ഉണ്ട്. പിന്നെ മനുഷ്യനെ അംഗീകരിക്കാനും അതുപോലെ തന്നെ നല്ല കാര്യം ചെയ്യുന്നവരെ ആ രീതിയിൽ ഒന്ന് പ്രശംസിക്കാനും അവരും ഞാനും തമ്മിലുള്ള വ്യത്യാസം ഇന്നതാണ്, അതുകൊണ്ട് തന്നെ അവർ ചെയ്യുന്ന കാര്യം കുറച്ചുകൂടി മഹത്തരമാണ് എന്ന് വിട്ടു പറയാനും അത് കാണിക്കാനും പൊതുവെ സമൂഹം ഒരു പിശുക്ക് കാണിക്കുന്നത് നമുക്ക് എല്ലാവർക്കും അറിയാം. ആ പിശുക്കിന്റെ ഭാഗമായി ഇതൊന്നും ചിലപ്പോ പ്രകടനാത്മകമായി കാണിച്ചിട്ടില്ലെങ്കിലും ഇതൊക്കെ എല്ലാവരുടെയും മനസ്സിലുണ്ട് എന്നുള്ളത് നിങ്ങൾക്ക് അഭിമാനിക്കാം. മുതിർന്ന വിമുക്ത ഭടന്മാരെ ചടങ്ങിൽ ആദരിച്ചു. കേണൽ PM ഹമീദ്, CR രാമനുണ്ണി, A ദാമോദരൻ നായർ, അന്തരിച്ച AK വാസുദേവൻ നായരുടെ ഭാര്യ തങ്കമണി, TK മാധവന്റെ ഭാര്യ ഭാനുമതി എന്നിവരെയാണ് ആദരിച്ചത്. മലപ്പുറം ജില്ലാ സൈനികക്ഷേമ ഓഫീസർ KH മുഹമ്മദ് അസ്ലം ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു. ലഫ്റ്റനന്റ് കേണൽ R മുരളീദാസ്, ജില്ലാ സൈനികക്ഷേമ ഓഫീസിലെ ഉദ്യോഗസ്ഥരായ MA ഷൗക്കത്ത് അലി, മനോജ് കൃഷ്ണൻ തുടങ്ങിയവർ സംസാരിച്ചു. വിജിതയ്ക്ക് പഠിക്കണം, ജോലി നേടണം, ടൈലറിംഗ് പഠിക്കണമെന്നുമുണ്ട്. പക്ഷേ പഠിക്കാൻ പോകാനുള്ള ബസ് കൂലി പോലുമില്ല. കുമരംപുത്തൂർ പുല്ലൂന്നി ആദിവാസി ഗ്രാമത്തിലെ 17-കാരി വിജിതയുടെ സ്വപ്നമാണ് സാമ്പത്തികമില്ലാത്തതിനാൽ പൊലിയുന്നത്. മാനസിക വെല്ലുവിളി നേരിടുന്ന സഹോദരനടക്കം 6 പേരടങ്ങുന്ന കുടുംബമാണ് വിജിതയുടേത്. പുല്ലൂന്നി കുറുമ്പൻ്റെയും ജാനകിയുടെയും മകളാണ് വിജിത. നെറ്റുള്ളി GHSലായിരുന്നു പഠിച്ചിരുന്നത്. 10ാം ക്ലാസ് വരെ പഠിച്ചു. ബന്ധുവിൻ്റെ മരണവും രോഗവും കാരണം പരീക്ഷ എഴുതാൻ കഴിഞ്ഞില്ല. ഇതോടെ പഠനം മുടങ്ങിയതിൻ്റെ വിഷമത്തിലാണ് വിജിത. പിതാവ് കുറുമ്പൻ കൂലിപ്പണിക്ക് പോയാണ് കുടുംബം പുലർത്തുന്നത്. മൂത്ത മകൻ ബൈജുവിനെ വീട്ടിൽ തനിച്ചാക്കി പോകാൻ അമ്മ ജാനകിക്ക് കഴിയില്ല. 33 വയസ്സായ ബൈജു മാനസിക വെല്ലുവിളി നേരിടുന്ന ആളാണ്. ആളുകളെ കാണുന്നത് തന്നെ ബൈജുവിന് ഭയമാണ്. അതുകൊണ്ട് തന്നെ ഏതു സമയവും അമ്മ അടുത്തു വേണം. വിജിതയുടെ താഴെ 2 കുട്ടികളുണ്ട്. അവർ സ്കൂളിൽ പോകുന്നുണ്ട്. പാതി വഴിയിൽ മുടങ്ങിയ പഠനം പുനരാരംഭിക്കാൻ വഴി തേടുകയാണ് വിജിതയും കുടുംബവും. മകളെ ഏതെങ്കിലും സ്ഥാപനത്തിൽ ചേർത്താൽ പോയി വരാനുള്ള വണ്ടിക്കൂലി കൊടുക്കാൻ പോലും പണമില്ലെന്ന് വിജിതയുടെ അമ്മ പറയുന്നു. എന്തെങ്കിലും കൊടുക്കാതെ പിന്നെ എന്താ ചെയ്യുക, പഠിക്കാൻ അങ്ങനെ ആയി. ജോലിയൊക്കെ പറഞ്ഞ ഓരോന്ന് വരാൻ വന്നിട്ടില്ല. സാറുമാരൊക്കെ വന്നിരുന്നു. അപ്പോൾ അവർ പറഞ്ഞു സ്കൂൾ തുറക്കട്ടെ എന്ന് പറഞ്ഞപ്പോൾ ഇതിൻ്റെ വന്നിട്ടില്ല. തൊഴിൽ എന്തെങ്കിലും തൊഴിൽ കൊടുക്കല്ലേ, പിന്നെ ചെയ്യുക. വീട്ടിങ്ങനെ എത്താൻ പോരല്ലോ, എന്തെങ്കിലും തൊഴിൽ കൊടുക്കാം. വീട്ടൊരു വരുമാനമില്ല. അങ്ങനെ ഒരാൾ കൂലിപ്പണിക്ക് പോയിട്ടാണ് അതിൻ്റെ ഇറക്കും. അപ്പം എന്താ ചെയ്യുക? ജോലിയാത്ത കുട്ടീനെ അങ്ങനെ തന്നെ എല്ലാവരും വന്ന് ഇങ്ങനെ നോക്കാം. അപ്പോൾ ഞാൻ എത്ര പറഞ്ഞിട്ടുണ്ട്. ഓർക്ക് ഇങ്ങനെ ഇത് കൊടുക്കാൻ പോലും പറഞ്ഞു, റോഡിൻ്റെ കള്ളാസ് ഇതാക്കാൻ വേണ്ടി പറഞ്ഞു. ഓരും പുറമനാളായി ഓരും വരുന്നില്ല. പ്രമോട്ടർ ഓരന്ന് വന്ന് പോയത് പിന്നെ വന്നിട്ടില്ല. പഠനം തുടങ്ങുന്നതോടൊപ്പം എന്തെങ്കിലും കൈത്തൊഴിലും പഠിച്ച് വീട്ടുകാരെ സഹായിക്കണമെന്നാണ് വിജിതയുടെ ആഗ്രഹം. ട്രൈബൽ വകുപ്പോ സുമനസ്സുകളോ മനസ്സുവെച്ചാൽ ഈ പെൺകുട്ടിയുടെ സ്വപ്നം യാഥാർത്ഥ്യമാക്കാൻ കഴിയും.
ന്യൂസ് ബ്യൂറോ, മണ്ണാർക്കാട്. ആനമങ്ങാട് കഥകളി ക്ലബിന്റെ 40ാം വാർഷികാഘോഷ പരിപാടികൾ സമാപിച്ചു. ചെന്നൈ ആദിത്യനാരായണൻ ശങ്കറിന്റെ സംഗീത കച്ചേരിയോടെയാണ് പരിപാടികൾ സമാപിച്ചത്. 3 ദിവസങ്ങളായി ആനമങ്ങാട് AUP സ്കൂൾ അങ്കണത്തിലാണ് ആനമങ്ങാട് കഥകളി ക്ലബിന്റെ 40ാം വാർഷികാഘോഷ പരിപാടികൾ നടന്നത്. ഉദ്ഘാടന സമ്മേളനം, യുവപ്രതിഭ പുരസ്കാര സമർപ്പണം, അനുമോദന ആദരണ ചടങ്ങുകൾ, കഥകളികൾ, സംഗീത കച്ചേരി തുടങ്ങിയ പരിപാടികളാണ് സംഘടിപ്പിച്ചത്. സമാപന ദിവസം ചെന്നൈ ആദിത്യനാരായണ ശങ്കർ സംഗീത കച്ചേരി അവതരിപ്പിച്ചു. പാലക്കാട് ആർ സ്വാമിനാഥൻ വയലിനിലും, MM ഹരിനാരായണൻ മൃദംഗത്തിലും, ഏലംകുളം ദീപു ഘടത്തിലും പക്കമേളമൊരുക്കി. വെളിനേഴി GLP സ്കൂളിന് സ്വന്തം ബസ്സായി. ബസിന്റെ ഉദ്ഘാടനം P. മമ്മിക്കുട്ടി MLA നിർവഹിച്ചു. ഇതോടൊപ്പം പ്രീ പ്രൈമറി കലാമേളയും യാത്രയപ്പും നടന്നു. MLAയുടെ ആസ്തി വികസന ഫണ്ടിൽ നിന്നും അനുവദിച്ച 18 ലക്ഷം രൂപയും PTA സംഭാവന ചെയ്ത 5 ലക്ഷം രൂപയും വിനിയോഗിച്ചാണ് സ്കൂളിന് ബസ് വാങ്ങിയത്. ചൊവ്വാഴ്ച രാവിലെ നടന്ന ചടങ്ങിൽ MLA ബസിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു. നമ്മളൊരു പ്രവർത്തനം മുന്നോട്ട് പോയപ്പോഴാണ് 4 ചക്രം പോരാ 6 ചക്രം വേണമെന്ന് പറഞ്ഞു. അപ്പോൾ ഇതിനൊക്കെ അതിനനുസരിച്ച് കൊണ്ട് പൈസയുടെ ആവശ്യത്തിൻ്റെ വർധനവ് വന്നു. അങ്ങനെയാണ് 18 ലക്ഷം രൂപ പ്രാദേശിക വികസന ഫണ്ട് നീക്കിവെച്ചു. ബസ്സിൻ്റെ അടുത്തേക്ക് പിന്നെ പോയപ്പോഴാണ് ബസ്സിന് അതാത് സമയത്തൊക്കെ വില കൂടുതൽ. അങ്ങനെ വില കൂടുമ്പോഴാണ് 23 ലക്ഷം വരുന്നത്. നമ്മുടെ കയ്യിലാണെങ്കിൽ 18 ലക്ഷമേ ഉള്ളൂ. അപ്പം നിരന്തരമായി നടത്തുന്ന ഒരു പരിശ്രമത്തിൻ്റെ ഭാഗമായി എന്ത് വന്നാലും ഈ ബസ് വാങ്ങിയേ അടങ്ങൂ, ബസ് വന്നേ അടങ്ങൂ എന്നുള്ള താല്പര്യം ഇതിൻ്റെ PTA-ക്കാർക്കും നാട്ടുകാർക്കൊക്കെ ഉണ്ട്, നമുക്കുണ്ടായിരുന്നു. അപ്പോഴാണ് നമ്മൾ നാട്ടിൽ സാധാരണ പറയാറുണ്ടത്, ഒരു അംഗനവാടി കെട്ടിടം ഉണ്ടാക്കണമെങ്കിൽ അതിന് സൗജന്യമായി സ്ഥലം കൊടുക്കണം. ഏത് സ്ഥലമാണെങ്കിലും ഏത് കാര്യങ്ങൾ ഉണ്ടാക്കണമെങ്കിലും അതിന് സൗജന്യമായിട്ടുള്ളത് വേണം. അപ്പോൾ അതുപോലെ തന്നെയാണ് ബസ് വാങ്ങുന്നതിന് വേണ്ടി കോൺട്രിബ്യൂഷൻ, നാട്ടുകാരുടെ ജനങ്ങളുടെ ഒരു കോൺട്രിബ്യൂഷൻ അതിൽ വേണം. ജനങ്ങളുടെ എന്ന് പറഞ്ഞാൽ ആകെ കിട്ടില്ല, ഈ സ്കൂളുമായി ബന്ധപ്പെട്ട ആളുകളുടെ. അങ്ങനെയാണ് ഞങ്ങൾ അതിൻ്റെ PTA ആളുകളൊക്കെ ആയിട്ട് സംസാരിച്ചു. ജനപ്രതിനിധികളെ സംസാരിച്ചപ്പോഴാണ് 5 ലക്ഷം രൂപ അവർ സ്കൂളിനെ ബേസ് ചെയ്തുകൊണ്ട് നാട്ടിൽ നിന്ന് ജനങ്ങളിൽ നിന്ന് ഞങ്ങൾ കളക്ട് ചെയ്തിട്ട് ഡെപ്പോസിറ്റ് ചെയ്യാമെന്ന് പറഞ്ഞു. വളരെ താല്പര്യപൂർവ്വം തന്നെയാണ് അവരത് ഏറ്റെടുത്തത്. പ്രീ പ്രൈമറി കലാമേള കുലുസ് 2025 K. പ്രേംകുമാർ MLA ഉദ്ഘാടനം ചെയ്തു. ഈ സ്കൂളിൽ ഇന്ന് കാണുന്ന സൗകര്യങ്ങളെല്ലാം ഗ്രാമപഞ്ചായത്തിൻ്റെയും തദ്ദേശ ഭരണ സ്ഥാപനങ്ങളുടെയും സർക്കാരിൻ്റെയും മുൻകൈയിൽ വന്നിട്ടുള്ള നേട്ടങ്ങളാണ് നമുക്ക് ഇന്ന് ഇവിടെ കാണാനാകുന്നതെല്ലാം. എങ്ങനെയാണ് ഒരു ഗവൺമെൻറ് കേരളം പോലെ ഒരു സംസ്ഥാനത്ത് നമ്മുടെ നാട്ടിലെ പൊതുവിദ്യാലയങ്ങളെ പരിഗണിക്കുന്നത് എന്നതിൻ്റെ ഏറ്റവും മികച്ച ഉദാഹരണമായിട്ട് നമുക്ക് ഈ വിദ്യാലയത്തെ കാണാനാകും. ശ്രീകൃഷ്ണപുരം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് സുനിത ജോസഫ് അധ്യക്ഷയായി. സ്ഥലമാറ്റം ലഭിച്ച ഓഫീസ് ജീവനക്കാരൻ PK വേലായുധനുള്ള യാത്രയയപ്പും ഇതോടൊപ്പം നടന്നു. ജില്ലാ പഞ്ചായത്ത് അംഗം K. ശ്രീധരൻ യാത്രയയപ്പ് ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു. ഉപഹാര സമർപ്പണവും നടന്നു. വെള്ളിനേഴി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് K. ജയലക്ഷ്മി, ബ്ലോക്ക് മെമ്പർ V. പ്രജീഷ് കുമാർ, വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ബിന്ദു, മെമ്പർമാരായ ശങ്കരൻ, ജലജ, സുധ, സ്കൂൾ പ്രധാനാധ്യാപിക KA സുജാത, ഹരി മാസ്റ്റർ, രാജേഷ്, PTA പ്രസിഡന്റ് നാരായണൻകുട്ടി എന്നിവർ സംസാരിച്ചു. കേരള സ്ക്രാപ്പ് മെർജന്റ് അസോസിയേഷൻ പട്ടാമ്പി മേഖലാ സമ്മേളനവും കുടുംബസംഗമവും ബുധനാഴ്ച വാടനാകുറിശ്ശിയിൽ നടക്കും. വൈകിട്ട് 6 നടക്കുന്ന കുടുംബസംഗമം മുഹമ്മദ് മുഹസിൻ MLA ഉദ്ഘാടനം ചെയ്യുമെന്ന് ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. രാവിലെ 10 ജില്ലാ രക്ഷാധികാരി KT അലി ഹാജി പതാക ഉയർത്തും. സമ്മേളനം ഓങ്ങല്ലൂർ ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് TP രജീഷ് ഉദ്ഘാടനം ചെയ്യും.
സാമൂഹിക പ്രതിബദ്ധതയോടെയാണ് സംഘടന കേരളത്തിൽ പ്രവർത്തിക്കുന്നത്. 2014 ആരംഭിച്ച സംഘടന ഇന്ന് കേരളത്തിലെ എല്ലാ ജില്ലകളിലേക്കും വ്യാപിച്ചുവെന്നും ഭാരവാഹികൾ അറിയിച്ചു. കുടുംബസംഗമത്തോടനുബന്ധിച്ച് ഗാനമേളയും ഹാസ്യവിരുന്ന് തുടങ്ങിയവയും നടക്കുമെന്ന് സംസ്ഥാന വൈസ് പ്രസിഡന്റ് വി മുത്തുമൗലവി, മേഖലാ പ്രസിഡന്റ് ടി മൊയ്നുദ്ദീൻ, പി അലിമോൻ, വി സിദ്ദീഖ് എന്നിവർ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. 2014 SMA എന്ന പ്രസ്ഥാനം നമ്മുടെ പട്ടാമ്പിയിൽ നിന്ന് രൂപീകരിക്കുകയും പിന്നീട് 2017 ജൂലൈ 20 ആലുവയിൽ വെച്ച് നടത്തിയ KSMA എന്ന പ്രസ്ഥാനം ഇന്ന് സംസ്ഥാനത്തൊട്ടാകെ 80 ചില്ലാനം മേഖലകളിലായി സമ്മേളനം നടത്തുകയാണ്. അത്രക്കും വിപുലീകരിച്ച ഒരു സംഘടനയാണ് കേരള സ്ക്രാപ്പ് വർക്കേഴ്സ് അസോസിയേഷൻ. അതിൻ്റെ പട്ടാമ്പി മേഖലാ സമ്മേളനം ഈ വരുന്ന 25/1/2025 വാരണാസി MTS കൺവെൻഷൻ സെന്ററിൽ രാവിലെ 10 മണിക്ക് പതാക ഉയർത്തുന്നതോടുകൂടി അതിൻ്റെ തുടക്കം കുറിക്കുകയാണ്. വൈകുന്നേരം 7 മണിക്ക് വലിയ ഒരു കുടുംബ സംഗമവും അതുപോലെ കലാവിരുന്നും ഒരുക്കിയിട്ടുണ്ട്. അതിൽ ഉദ്ഘാടനം ചെയ്യുന്നത് ബഹുമാനപ്പെട്ട പട്ടാമ്പി MLA മുഹസിൻ സാർ അവർകളാണ്. അതിൽ സംസ്ഥാനത്തെ നേതൃത്വവും അതുപോലെ തന്നെ ജില്ലാ നേതൃത്വവും വിവിധ മേഖലാ ഭാരവാഹികളും അണിചേരുന്നു. ഒരു ചെറിയ ഇടവേള കൂടി. മറ്റു വാർത്തകൾ നോക്കാം. വിശ്വാസത്തിൻ്റെയും ഐതിഹ്യങ്ങളുടെയും കലകളുടെയും സംഗമമാണ് ഉത്സവങ്ങളെന്ന് മലബാർ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് M.R. മുരളി. ചെർപ്പുളശ്ശേരി പുത്തനാൽക്കൽ ഭഗവതി ക്ഷേത്രത്തിൽ കാളവേല ആഘോഷവുമായി ബന്ധപ്പെട്ട് പുസ്തക പ്രകാശനം നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. പുത്തനാൽക്കൽ ക്ഷേത്രത്തിൽ ഇത്തവണയും വിപുലമായാണ് കാളവേല ആഘോഷം സംഘടിപ്പിച്ചിട്ടുള്ളത്. ആഘോഷ പരിപാടികളുടെ വിവരമടങ്ങിയ പുസ്തക പ്രകാശനമാണ് മലബാർ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് M.R. മുരളി നിർവഹിച്ചത്. വിശ്വാസത്തിന്റെയും ഐതിഹ്യങ്ങളുടെയും കലകളുടെയുമെല്ലാം സംഗമമാണ് ഉത്സവമെന്ന് അദ്ദേഹം പറഞ്ഞു. ക്ഷേത്ര ഉത്സവങ്ങളുടെ ഭാഗമായിട്ടാണ് ദൂരസ്ഥലങ്ങളിലുള്ള ആളുകളെല്ലാം നാട്ടിലേക്ക് വരിക, അവധിക്കൊക്കെ നാട്ടിലേക്ക് വരിക, പലരും ഉത്സവത്തിന് ബന്ധുവീടുകളിലേക്കൊക്കെ വിരുന്ന് വരിക ഉത്സവത്തിന്റെ ഭാഗമായിട്ടാണ്. ചിലയിടത്തെല്ലാം ഉത്സവങ്ങൾ എന്ന് പറയുമ്പോൾ നാട്ടിലെ തട്ടകത്തിലെ എല്ലാ വീടുകളിലും പ്രത്യേക ആചാരങ്ങൾ, അനുഷ്ഠാനങ്ങൾ, വ്രത അനുഷ്ഠാനങ്ങൾ, ഇങ്ങനെയുള്ള പ്രദേശങ്ങളും ഉത്സവങ്ങൾക്ക് ഒരുപാട് തലമുണ്ട്. വിശ്വാസത്തിൻ്റെ, ജനകീയതയുടെ, കൂട്ടായ്മയുടെ, എല്ലാം മറന്നുള്ള ആഘോഷങ്ങളുടെ, വെടിക്കെട്ടിൻ്റെ, ആന എഴുന്നള്ളിപ്പിൻ്റെ, കാളയുടെ, കുതിരയുടെ എഴുന്നള്ളിപ്പിൻ്റെ, ഇങ്ങനെ കലകളുടെ ഒരു സമ്മേളനം കൂടിയാണ്. ചടങ്ങിൽ മണ്ണാർക്കാട് DYSP സി സുന്ദരൻ മുഖ്യാതിഥിയായി. നഗരസഭാ ചെയർമാൻ പി രാമചന്ദ്രൻ അധ്യക്ഷത വഹിച്ചു. ക്ഷേത്രം എക്സി ഓഫീസർ അനന്തുവിന് ചടങ്ങിൽ യാത്രയയപ്പ് നൽകി. ക്ഷേത്രം ഭാരവാഹികളും ഭക്തജനങ്ങളും ചടങ്ങിൽ പങ്കെടുത്തു. കോട്ടപ്പുറം തിരുവളയനാട് ഭഗവതി ക്ഷേത്രത്തിൽ നടന്ന തിരുവാതിര മഹോത്സവം നെടുമ്പള്ളി രാമോഹൻ, മീര രാമോഹൻ എന്നിവർ ഉദ്ഘാടനം ചെയ്തു. മെഗാ തിരുവാതിരക്കളിയും ഉണ്ടായി. ക്ലാസിക്കൽ കലകൾ, ഫോക്ക് ആർട്സ്, നാടൻ കലകൾ എന്നിങ്ങനെ രണ്ടായി വിഭജിക്കാറുണ്ട്. കർശനമായ നിയമാവലികൾ ഉൾക്കൊണ്ടുകൊണ്ട് എങ്ങനെയൊക്കെ അവതരിപ്പിക്കണമെന്ന് കൃത്യമായി ചിട്ടപ്പെടുത്തിയതാണ് ക്ലാസിക്കൽ കലകൾ എന്ന ഒരു നിർവചനമുണ്ട്. ആ നിർവചനപ്രകാരം ഒരു കാലത്ത് തിരുവാതിരക്കളി പോലെയുള്ളത്, കൈകൊട്ടിക്കളി, നാടൻ കലകളിലാണ് അതിനെ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. പക്ഷെ പിന്നീട് നിർവചനം മാറി. നിയമം ഇല്ല എന്ന് പറയാൻ പറ്റില്ല. തിരുവാതിരക്കളിയാണെങ്കിലും കൈകൊട്ടിക്കളിയാണെങ്കിലും അതിനും നിയതമായ ചില നിയമങ്ങൾ വേണം. ഒരു ഫുട്ബോൾ കളി, ക്രിക്കറ്റ് കളിയാണെങ്കിലും അതിന് ചില നിയമങ്ങൾ ഉണ്ടാകുമ്പോഴാണ് ആ കളി നമുക്ക് ആസ്വാദ്യമാകുന്നത്. ഒരു പോസ്റ്റ് ഉണ്ടെങ്കിൽ അതിനുള്ളിലേക്ക് പന്ത് എത്തിക്കുമ്പോഴാണ് അത് ഗോളാകുന്നത്. അങ്ങനെ ചില നിയമങ്ങൾ വേണം. അതുപോലെ ഓരോ കലകൾക്കും നിയതമായ, സങ്കേതബദ്ധമായ ചില ചിട്ടകൾ പാലിച്ചുകൊണ്ട് വേണം അവതരിപ്പിക്കാൻ. അതിനുള്ളിൽ കലാകാരൻ്റെ ആത്മാവിഷ്കാരത്തിനുള്ള ധാരാളം സന്ദർഭങ്ങളും ഉണ്ടായിരിക്കും. തിരുവാതിര കളിപ്പാട്ടുകളും കഥകളി സംഗീതവും തമ്മിലുള്ള അഭേദ്യമായ ബന്ധവും ശാസ്ത്രീയ ചിട്ടയിലൂടെയും വാമൊഴിയിലൂടെയും വികസിച്ച നാടൻ കലകളെ സംബന്ധിച്ചും ഉദ്ഘാടന ഭാഷണത്തിൽ വിശദീകരിച്ചു. ക്ഷേത്രം ചെയർമാൻ MT സുരേഷ് അധ്യക്ഷത വഹിച്ചു.
പി ഉണ്ണികൃഷ്ണൻ മാസ്റ്റർ, പി ടി അങ്കപ്പൻ മാസ്റ്റർ, എ രാജേന്ദ്രൻ, പി അശോകൻ, പി പ്രകാശൻ, കെ മുരളീമോഹനൻ, എ ശശികുമാർ എന്നിവർ പങ്കെടുത്തു. കുട്ടികളും പ്രായമേറിയവരുമടക്കം 200ഓളം പേർ പങ്കെടുത്ത മെഗാ തിരുവാതിരക്കളി, ശ്രീകൃഷ്ണപുരം ഹയർ സെക്കൻഡറി സ്കൂൾ വിദ്യാർത്ഥികൾ അവതരിപ്പിച്ച പണിയ നൃത്തം, കുണ്ടൂർക്കുന്ന് TSNM ഹയർ സെക്കൻഡറി സ്കൂൾ അവതരിപ്പിച്ച നാടൻപാട്ട് എന്നിവ കാണികൾക്ക് ആവേശം പകർന്നു. ഷൊർണൂർ കണയം ശ്രീ കുറുമ്പ ഭഗവതി ക്ഷേത്രത്തിൽ പൊങ്കാല മഹോത്സവം ഭക്തിനിർഭരമായി ആഘോഷിച്ചു. നൂറുകണക്കിന് ഭക്തരാണ് പൊങ്കാല സമർപ്പിക്കാൻ എത്തിയത്. വള്ളുവനാട്ടിലെ ചരിത്ര പ്രാധാന്യം അർഹിക്കുന്ന കണയം ശ്രീ കുറുമ്പ ഭഗവതി ക്ഷേത്രത്തിലെ പൊങ്കാല മഹോത്സവം ഭക്തിനിർഭരമായി ആഘോഷിച്ചു. വെളിച്ചപ്പാടിനോടൊപ്പം ക്ഷേത്ര തിരുമുറ്റത്ത് നിരവധി അമ്മമാരും കുടുംബങ്ങളും തട്ടകത്തമ്മയുടെ നാമങ്ങൾ ചൊല്ലി പൊങ്കാല നിവേദ്യം സമർപ്പിച്ച് സായുജ്യമണഞ്ഞു. നൂറുകണക്കിന് ഭക്തജനങ്ങൾ ചടങ്ങിൽ പങ്കെടുത്തു. ചടങ്ങിന് ക്ഷേത്രം പ്രസിഡന്റ് പരമേശ്വരൻ മാസ്റ്റർ, വൈസ് പ്രസിഡന്റ് രാഘവൻ നായർ, ഖജാൻജി ശ്രീനാരായണൻ, PV ശ്രീധര വാര്യർ, രാവുണ്ണി, അജിത്ത്, കൂരിൽ ഉണ്ണികൃഷ്ണൻ, രാജേഷ് വെള്ളോത്ത്, അപ്പനത്ത് ഗോപിനാഥൻ, സത്യൻ മുണ്ടേങ്കോട്ട്, ഹരിദാസ് ചാങ്കത്ത് തുടങ്ങിയവർ നേതൃത്വം നൽകി. പുരാതന കാലം മുതൽ കാർഷിക മേഖലയുടെ അഭിവൃദ്ധിക്കും കന്നുകാലികളുടെ ക്ഷേമത്തിനും വേണ്ടി എല്ലാ വീടുകളിലും നിവേദ്യം വെച്ച് സമർപ്പിക്കുന്ന ഒരു സമ്പ്രദായമാണ് അപ്പം നിവേദിക്കാൻ വേണ്ടിയുള്ള സമ്പ്രദായം. കണയം പ്രദേശത്തെ ഒരുവിധം എല്ലാ വീടുകളിലും ചെയ്തിരുന്നൊരു കർത്തവ്യമാണ്. ഇക്കാലത്ത് ഈ കാലം മാറുന്ന അവസരത്തിൽ ജനങ്ങൾ മാറിക്കൊണ്ടിരിക്കുകയാണ്. പല മാറ്റങ്ങളും വന്നു. അങ്ങനെ വീട്ടിൽ വെച്ചിട്ടുള്ള ആ ഒരു സമ്പ്രദായം മാറി. കുറേ പേര് അന്ന് ക്ഷേത്രത്തിൽ വന്നിരുന്നു. ക്ഷേത്രത്തിൽ വന്നിട്ട് ഒന്നിച്ച് നിവേദ്യം വെച്ചിട്ട് എല്ലാവർക്കും കൊടുക്കുന്നൊരു സമ്പ്രദായം ഉണ്ടായി. ഇത് മറ്റ് മഹാക്ഷേത്രങ്ങളിലൊക്കെ വളരെ ഗംഭീരമായിട്ട് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. പക്ഷെ നമ്മൾ അത്രയൊന്നും സാധിക്കില്ലെങ്കിലും കണ്ണാരക്കണ്ണനും തന്നാലാവുന്നത് എന്ന് പറയുന്നത് പോലെ നമ്മൾ നമ്മുടെ തട്ടകത്തെ ഭക്തജനങ്ങളുടെ സാന്നിധ്യവും സഹകരണവും കൊണ്ട് ചെറിയ തോതിലെങ്കിലും പൊങ്കാല മഹോത്സവം ആഘോഷിച്ചിരിക്കുകയാണ്. പെരിന്തൽമണ്ണ ഒറ്റമല മഖാമിലെ ആണ്ടുനേർച്ചയ്ക്ക് കൊടിയേറി. സമസ്ത ജനറൽ സെക്രട്ടറി പ്രൊഫസർ കെ ആലിക്കുട്ടി മുസ്ലിയാർ പതാക ഉയർത്തിയതോടെ 4 മാസം നീണ്ടുനിൽക്കുന്ന നേർച്ചയ്ക്ക് തുടക്കമായി. പ്രസിദ്ധ തീർത്ഥാടന കേന്ദ്രമായ ഒടമല മഖാമിൽ അന്ത്യവിശ്രമം കൊള്ളുന്ന ഷൈഖ് ഫരീദ് ഔലിയയുടെ സ്മരണയ്ക്കായാണ് ആണ്ടുനേർച്ച സംഘടിപ്പിച്ചു വരുന്നത്. 4 മാസം നീണ്ടുനിൽക്കുന്ന നേർച്ചാ പരിപാടികൾക്ക് തുടക്കം കുറിച്ചുകൊണ്ട് സമസ്ത ജനറൽ സെക്രട്ടറി പ്രൊഫസർ കെ ആലിക്കുട്ടി മുസ്ലിയാർ പതാക ഉയർത്തി. തുടർന്ന് നടന്ന സമ്മേളനം മഹൽ മുദ്രിസ് ഷെരീഫ് ഫൈസി കാരക്കാട് ഉദ്ഘാടനം ചെയ്തു. മഹൽ പ്രസിഡന്റ് CK മുഹമ്മദ് ഹാജി അധ്യക്ഷത വഹിച്ചു. മഖാമിന്റെ സൗഹൃദ പാരമ്പര്യത്തിന്റെ സന്ദേശം നൽകി കൊടിയേറ്റത്തിന് കയർ കൊണ്ടുവരാറുള്ള കിഴക്കും വീട്ടിൽ കുടുംബാംഗമായ പീതാംബരൻ ആനമങ്ങാട് ചടങ്ങിൽ മുഖ്യാതിഥിയായി പങ്കെടുത്തു. സെയ്ദ് അലിവിക്കോയ തങ്ങൾ, കൊടശ്ശേരി ഇബ്രാഹിം മുസ്ലിയാർ, സെയ്ദ് ഹബീബുള്ള തങ്ങൾ, സുബൈർ ഫൈസി, മുഹമ്മദ് കുട്ടി ഫൈസി അലനല്ലൂർ, ഉസ്മാൻ താരിമി, ഫവാസ് ഉദവി പട്ടിക്കാട്, CP അഷ്റഫ് മൗലവി, OK മൗലവി, ഷമീർ ഫൈസി ഒടമല, റസാഖ് ഫൈസി പരിയാമ്പുരം, അബ്ബാസ് അൻവരി, അബൂബക്കർ മുസ്ലിയാർ എടായിക്കൽ, അബ്ദു ഹാജി പേങ്ങാട്രി, അബൂബക്കർ ഫൈസി, PC അബു ഹാജി, O ഹമീദ് ഹാജി, സത്താർ മാസ്റ്റർ, V മുഹമ്മദ് തുടങ്ങിയവർ പങ്കെടുത്തു. നേർച്ചയ്ക്ക് കൊടിയേറിയതോടെ പെട്ടിവരവ് എന്ന പേരിൽ വിവിധ പ്രദേശങ്ങളിൽ നിന്നും രാത്രി സമയങ്ങളിൽ വിശ്വാസികൾ മക്കാമിലെത്തും. മെയ് 2ാം വാരത്തിൽ വിവിധ ദിവസങ്ങളിലായി സ്നേഹസംഗമം, മതപ്രഭാഷണം, പ്രാർത്ഥന സമ്മേളനം, മൗലിദ് പാരായണം തുടങ്ങിയ പരിപാടികൾ നടക്കും. തുടർന്ന് ജാതി മതഭേദമന്യേ ആയിരങ്ങൾ പങ്കെടുക്കുന്ന അന്നദാനത്തോടെയാണ് നേർച്ച സമാപിക്കുക. ഒറ്റപ്പാലം പനമണ്ണയിൽ സംഘഗ്രാമം ട്രസ്റ്റിന്റെ ആഭിമുഖ്യത്തിൽ ആരംഭിക്കുന്ന പഠന ഗവേഷണ പരിശീലന സേവന കേന്ദ്രത്തിന്റെ കൈവശത്തിലുള്ള കൃഷിഭൂമിയിലെ നെൽകൃഷിയുടെ വിളവെടുപ്പിനോടനുബന്ധിച്ച് കൊയ്ത്തുത്സവം സംഘടിപ്പിച്ചു. ട്രസ്റ്റ് ചെയർമാൻ അഡ്വക്കേറ്റ് സജി കെ ചേരമൺ ഉദ്ഘാടനം ചെയ്തു. സംഘഗ്രാമം ട്രസ്റ്റിന്റെ ആഭിമുഖ്യത്തിൽ ആരംഭിക്കുന്ന പഠന ഗവേഷണ പരിശീലന സേവന കേന്ദ്രത്തിന്റെ കൈവശത്തിലുള്ള കൃഷിഭൂമിയിലെ നെൽകൃഷിയുടെ വിളവെടുപ്പിനോടനുബന്ധിച്ചാണ് കൊയ്ത്തുത്സവം സംഘടിപ്പിച്ചത്.
ട്രസ്റ്റ് ചെയർമാൻ അഡ്വക്കേറ്റ് സജി കെ ചേരമൻ ഉദ്ഘാടനം ചെയ്തു. ട്രസ്റ്റ് സെക്രട്ടറി TM കൃഷ്ണൻകുട്ടി ചടങ്ങിന് സ്വാഗതം ആശംസിച്ചു. ബീം മിഷൻ സംസ്ഥാന പ്രോഗ്രാം കോർഡിനേറ്റർ അജി M ചാലക്കേരി, ട്രസ്റ്റ് അംഗങ്ങളായ CP രാമൻ, MP കൃഷ്ണൻ, TR കേശവൻ, ഉഷ തളിക്കുളം, സിജിമണി, PK കോമളം, KP ജാനകി, P ഹരിമോഹനൻ, K ശങ്കരൻകുട്ടി, KC രമേശൻ, CP രാജൻ തുടങ്ങിയവർ കൊയ്ത്തിന് നേതൃത്വം നൽകി. സംസ്ഥാനത്തിന്റെ വിവിധ ജില്ലകളിൽ നിന്നായി നിരവധി ട്രസ്റ്റ് അംഗങ്ങളും അഭ്യുദയാകാംക്ഷികളും കുടുംബസമേതം കൊയ്ത്തുത്സവത്തിൽ പങ്കാളികളായി. ട്രസ്റ്റിന്റെ ട്രഷറർ C ഗോപി നന്ദി രേഖപ്പെടുത്തി. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. ഒറ്റപ്പാലം വാണി വിലാസിനിയിൽ സ്ഫോടക വസ്തു എറിഞ്ഞ 2 തൊഴിലാളികൾക്ക് പരിക്കേറ്റ സംഭവം. പ്രതിയായ യുവാവ് പോലീസ് കസ്റ്റഡിയിൽ. അയൽവാസിയായ നീരജാണ് പിടിയിലായത്. നീരജ് പിടിയിലായത് തമിഴ്നാട്ടിൽ നിന്നും. പട്ടാമ്പി ഉപജില്ലാ കലോത്സവത്തിലെ അട്ടിമറി. പ്രോഗ്രാം കമ്മിറ്റിക്കോ കോൺഗ്രസ് നേതാക്കൾക്കോ ഇക്കാര്യത്തിൽ പങ്കില്ലെന്ന് നേതാക്കൾ. ക്രമക്കേട് നടത്തിയതിലെ ഗൂഢാലോചന അന്വേഷിക്കണമെന്നും നേതാക്കൾ. പട്ടാമ്പി സർക്കാർ ആശുപത്രിയിലെ ഡയാലിസിസ് സെന്റർ പ്രവർത്തനം ആരംഭിക്കാത്തതിൽ പ്രതിഷേധം. മുസ്ലിം ലീഗിന്റെ നേതൃത്വത്തിൽ ആശുപത്രിയിലേക്ക് മാർച്ച് നടത്തി. ഡയാലിസിസ് സെന്റർ ഉടൻ പ്രവർത്തനം ആരംഭിക്കുമെന്ന് MLA. ഒറ്റപ്പാലം സർവീസ് സഹകരണ ബാങ്കിൽ മുക്കുമണ്ഡം പണയം വെക്കാൻ ശ്രമിച്ച കേസിൽ 2 പേർ അറസ്റ്റിൽ. വേങ്ങശ്ശേരി സ്വദേശികളായ പ്രദീപ് കുമാർ, കൃഷ്ണപ്രസാദ് എന്നിവരാണ് പിടിയിലായത്. ചെർപ്പശ്ശേരി പുത്തനാൽക്കൽ ക്ഷേത്രത്തിൽ മകരച്ചൊവ്വ വർണ്ണാഭമായി ആഘോഷിച്ചു. വൈകിട്ട് പകൽപൂരത്തോടെ നടന്ന എഴുന്നള്ളിപ്പ് ഭക്തി നിർഭരമായി. തേനീച്ചയുടെ ആക്രമണത്തിൽ നിന്നും രക്ഷപ്പെടാൻ കനാലിൽ ചാടിയ കർഷകൻ ഒഴുക്കിൽപ്പെട്ട് മരിച്ചു. പാലക്കാട് ചിറ്റൂർ സ്വദേശി സത്യരാജാണ് മരിച്ചത്. ചെർപ്പശ്ശേരി സ്വദേശി ഗൾഫിൽ വാഹനാപകടത്തിൽ മരിച്ചു. ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിൻ സമാപിക്കുന്നു. നമസ്കാരം.